ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. അപ്പസ്തോല പ്രവൃത്തിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി ചാപ്റ്റർ 2. ചാപ്റ്റർ 2ന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. പെന്തക്കോസ്ത ദിനമായി അന്ന് അവരെല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കും പോലെയുള്ള ഒരു മുഴക്കം ആകാശത്ത് നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ അത് നിറഞ്ഞു. തീനാളങ്ങൾ പോലുള്ള നാവുകൾ അവിടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവ വേർപിരിഞ്ഞ് അവർ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പരിശുദ്ധാത്മാവ് ഭാഷണവരം നൽകിയതനുസരിച്ച് അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജനതകളിൽ നിന്നും ഭക്തരായ യഹൂദർ അന്ന് ജെറുസലേമിൽ വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. ഈ ശബ്ദകോലാഹലം കേട്ട് ജനക്കൂട്ടം ഓടിക്കൂടി. അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് താന്താങ്ങളുടെ ഭാഷയിൽ കേട്ട് അവർ അമ്പരന്ന് പോയി ആശ്ചര്യഭരിതരായി. അവർ ചോദിച്ചു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലേ? എങ്കിൽ നാം ഓരോരുത്തരും അവനവന്റെ ദേശഭാഷയിൽ അത് കേൾക്കുന്നത് എങ്ങനെ? അതിന്റെ 11 തുടങ്ങി വായിക്കുമ്പോൾ, ക്രേത്യരും അറബിയക്കാരുമായ നാം ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങളെല്ലാം ങ്ങളെപ്പറ്റി അവർ പറയുന്നത് നമ്മുടെ സ്വന്തം ഭാഷകളിൽ കേൾക്കുന്നല്ലോ. അവർ എല്ലാവരും വിസ്മയിച്ച് പരിഭ്രമിച്ച് പരസ്പരം ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? മറ്റു ചിലർ പരിഹാസത്തോടെ പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡേ ഓഫ് പെന്തിക്കോസ്റ്റിലുണ്ടായ ഒരു സംഭവം, 2000 വർഷം മുമ്പ് നടന്ന ഈ സംഭവം നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഈ സംഭവം ഇതുണ്ടായപ്പോൾ കുറെ ആൾക്കാർ ആശ്ചര്യപ്പെട്ടു. കാരണം ഇവർ പറയുന്നത് പല ഭാഷക്കാർ അവരവരുടെ ഭാഷയിൽ കേട്ടു. അവർ ആശ്ചര്യഭരിതരായി. ചിലർ പറഞ്ഞു ഇത് പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ കീഴോട്ട് പത്രോസ് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരെ അഭിസംബോധന ചെയ്തു. അതായത് ആദ്യത്തെ സുവിശേഷ പ്രസംഗം ഇത് ലോകത്തിലെ, പത്രോസിന്റെ പ്രസംഗം ലോകത്തിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അപ്പൊ നമുക്കത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അന്നത്തെ വീഡിയോ ഇല്ല, ഒന്നുമില്ല, ബട്ട് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അപ്പം പത്രോസ് നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ സംഭവിച്ചതിനെ കുറിച്ച് കുറെ ആൾക്കാർ ദൈവമഹത്വം ദർശിച്ച് ദൈവത്തെ ഇതിൽ ആശ്ചര്യപ്പെട്ടു. കുറെ ആൾക്കാർ പറഞ്ഞു ഇത് പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചതാണ്. അപ്പൊ പത്രോസ് ആ സിറ്റുവേഷനിൽ അവരെ ശാന്തരാക്കിയിട്ട്, പത്രോസിന്റെ ഈ പ്രസംഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. പത്രോസ് പറഞ്ഞു, അഭിസംബോധന ചെയ്ത് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, സർവ്വ ജെറുസലേം നിവാസികളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കിയാലും എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടാലും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളും ഇത് ശ്രദ്ധിച്ചു കേൾക്കേണ്ടവരാണ്. ഇത് ശ്രദ്ധിച്ചു കേട്ടാലും നിങ്ങൾ വിചാരിക്കും പോലെ ഈ മനുഷ്യർ കുടിച്ച് മത്തു പിടിച്ചവരല്ല. പകലിന്റെ 3-ാം മണിക്കൂറല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അത്രേ. ദൈവം പ്രഖ്യാപിക്കുന്നു, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ ചൊരിയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ലഭിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. അതെ, ആ നാളുകളിൽ എൻ്റെ ദാസീദാസന്മാരിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ചൊരിയും. അവർ പ്രവചിക്കും. മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും തീയും പുകപടലവും കർത്താവിൻ്റെ മഹനീയവും ഉജ്ജ്വലവുമായ ആ ദിനം വരും മുമ്പ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണമായി തീരും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അപ്പൊ ഇവിടെ ഈ പത്രോസ് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതാണ് ഇവിടെ നിറവേറിയിരിക്കുന്നതെന്ന് പത്രോസ് പറയുന്നത്. അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ മഹനീയവും 20-ാം സെന്റൻസ്, കർത്താവിൻ്റെ മഹനീയവും ഉജ്ജ്വലവുമായ ആ ദിനം വരും മുമ്പ്
സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവർണ്ണമായി തീരും, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അവൻ രക്ഷ പ്രാപിക്കും. നമ്മൾ നോർമലി നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം, ഇത്ര പ്രതാപ ഉജ്ജ്വലതയോടെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ ഒരു ദിവസം ഡാർക്കായി പോകും, അല്ലെങ്കിൽ ചന്ദ്രൻ പ്രകാശം തരില്ല. ഇത് കേട്ടപ്പോൾ ഈ യഹൂദർക്ക് ഇത് അല്പം പോലും സർപ്രൈസിങ് ആയിരുന്നില്ല. കാരണം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഈ ഏഷ്യാ പ്രവചനമൊക്കെ എല്ലാ ആഴ്ചയും അവരുടെ സിനഗോഗുകളിൽ വായിക്കുന്നതാണ്. അപ്പൊ ഇത് കർത്താവ് തന്നെ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് ഒന്ന് രണ്ട് സ്ഥലം നോക്കുന്നതല്ല. മാത്യു ചാപ്റ്റർ 24 മാത്യു 24 29 തുടങ്ങി വായിക്കുമ്പോൾ, ആ ദിവസങ്ങളിലെ ദുരിതത്തിന് ശേഷം സൂര്യൻ പെട്ടെന്ന് ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ കാണപ്പെടും. അപ്പോൾ ഭൂമിയിലുള്ള സർവ്വ ഗോത്രങ്ങളും വിലപിക്കും. മനുഷ്യപുത്രൻ പ്രതാപത്തോടും മഹാ തേജസ്സോടും കൂടി വാനമേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പൊ ഇവിടെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞെടുത്ത് ഈ സൂര്യൻ ഇരുണ്ടു പോകുന്ന കാര്യം, ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടുന്ന കാര്യം, നക്ഷത്രങ്ങൾ നിബന്ധിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞു. ഇതേ കാര്യം മർക്കോസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നിടത്തും മാർക്ക് 13 മാർക്ക് 13 സെയിം കാര്യങ്ങൾ തന്നെ 24 തുടങ്ങി വായിക്കുമ്പോൾ, ആ ദിവസങ്ങളിൽ ഈ ദുരിതത്തിന് ശേഷം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശിക്കില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാപ്രതാപത്തോടും തേജസ്സോടും കൂടി മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പൊ നമ്മളിത് കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ്ങില് ആരും കണ്ടില്ല. കുറച്ച് ആട്ടിടയന്മാരും സ്വന്തം അപ്പനും അമ്മയും അതിൽ ചുരുക്കം ആൾക്കാരെ കണ്ടുള്ളൂ. എന്നാൽ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഭൂമിയിലെ സർവ്വ നേത്രങ്ങളും കാണുമെന്ന്. അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് കർത്താവിന്റെ മഹത്വമേറിയ ആ ദിവസം, അല്ലെങ്കിൽ പ്രതാപ ഉജ്ജ്വലതയോടുകൂടി വരും. നമ്മൾ വായിക്കുന്നുണ്ട്, തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ജ്വലിക്കുന്ന അഗ്നിയിൽ കർത്താവായ യേശു മടങ്ങി വരും. ഇതേ കാര്യം ലൂക്കോസ് എഴുതിയേക്കുന്നിടത്ത് ലൂക്ക് 21 ലൂക്ക് 21:25 തുടങ്ങി വായിക്കുമ്പോൾ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും, ഭൂമിയിൽ സമുദ്രത്തിന്റെയും തിരമാലകളുടെയും ഗർജനം മൂലം ജനതകൾക്ക് ദുരിതവും അമ്പരപ്പും ഉണ്ടാകും. ഭയം കൊണ്ടും ലോകത്തിന് വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള അനിഷ്ട സൂചനകൾ കൊണ്ടും മനുഷ്യർ ബോധം കെട്ടു വീഴും. കാരണം ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും. അപ്പോൾ മനുഷ്യപുത്രൻ പ്രതാപത്തോടും മഹാ തേജസ്സോടും കൂടി ഒരു മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ തല ഉയർത്തി നോക്കുക, കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ് കഴിഞ്ഞു, സെക്കൻഡ് കമ്മിങ് വരാൻ പോകുന്നുള്ളൂ. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നിടത്തെല്ലാം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, ആകാശ ശക്തികൾ ഇളകും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ കാര്യം കർത്താവ് എഴുതിയിരിക്കുന്നു. ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും. ഒരു എർത്ത്ക്വേക്ക് വരുമ്പോൾ തന്നെ ഭൂമി ആകെ എന്താ പറയുന്നത്, സുനാമി വരും. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ മനുഷ്യന്റെ എല്ലാ കൺട്രോളും പോകുന്ന സിറ്റുവേഷൻസ്. അപ്പൊ ഇത് യഹൂദരായിട്ടുള്ള ഈ അപ്പസ്തോലന്മാർ കേട്ടപ്പോൾ അവർ പലപ്പോഴും പല കാര്യങ്ങളും കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും. എന്നാൽ ഈ സൂര്യൻ ഇരുണ്ടു പോകുന്ന കാര്യവും ചന്ദ്രൻ പ്രകാശം തരാത്ത കാര്യങ്ങളൊന്നും ചോദിച്ചപ്പോൾ അവരല്പം പോലും സർപ്രൈസ്ഡ് ആയില്ല. കാരണം എന്താണെന്ന് നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഐസയ 13 എടുക്കുമ്പോൾ, കാരണം ഇവരുടെ സിനഗോഗുകളിൽ എല്ലാ ആഴ്ചയും വായിക്കുന്ന ഈ സംഭവങ്ങൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ളൂ. ഐസയ 13 അതിന്റെ 6ാം സെന്റൻസ് തുടങ്ങി വായിക്കും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ കർത്താവിന്റെ ദിനം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാം കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയിരുന്നത് ദി ഡേ ഓഫ് ദി ലോർഡ് എന്ന് പറയുന്നത് ഈ ദിവസത്തെ കുറിച്ചാണ്. ഡേ ഓഫ് ദി ലോർഡ് എന്ന് പറയുന്നത് അതായത് പാപികളെ ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് വരുന്ന, ഫസ്റ്റ് ടൈം വന്നു കർത്താവ് രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി വരുന്നത് ഈ കർത്താവിനെ മറന്ന് ജീവിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയ കർത്താവ് വരുന്നത്. ഡേ ഓഫ് ദി ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം കർത്താവിന്റെ ആ ഭീകരമായിട്ടുള്ള സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ്. 13:6 തുടങ്ങി വായിക്കുമ്പോൾ, അപ്പൊ ഇത് ഇസ്രായേൽക്കാർ എന്നും എല്ലാ ആഴ്ചയും അവരുടെ സിനഗോഗുകളിൽ വായിക്കുന്ന വേദഭാഗങ്ങളാണ്. 13:6 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവിന്റെ ദിവസം സമീപിച്ചിരിക്കുന്നു, സർവശക്തനിൽ നിന്ന് വിനാശമായി അത് വരും, തന്മൂലം എല്ലാ കരങ്ങളും തളരും,
എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ ഉരുകും. അവർ അമ്പരന്ന് പോകും. യാതനയും വേദനയും അവരെ പിടികൂടും. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് തുല്യം അവർ കൊടിയ വേദനയിലാകും. അവർ അമ്പരന്ന് അന്യോന്യം നോക്കും. അമ്പരന്ന് മുഖങ്ങൾ ജ്വലിക്കും. ഇതാ ഭൂമിയെ മരുപ്പറമ്പാക്കാൻ, പാപികളെ അതിൽ നിന്ന് നശിപ്പിച്ചു കളയാൻ ക്രോധത്തോടും ഉഗ്രകോപത്തോടും കൂടെ കർത്താവിന്റെ ദിനം ക്രൂരമായി വന്നെത്തുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും വെളിച്ചം നൽകുകയില്ല. ഉദയത്തിൽ തന്നെ സൂര്യൻ ഇരുണ്ടിരിക്കും. ചന്ദ്രൻ പ്രകാശം ചൊരിയുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മയ്ക്ക് ഞാൻ ശിക്ഷിക്കും. ദുഷ്ടരെ അവരുടെ അപരാധത്തിനും അഹങ്കാരികളുടെ ഗർവ് ഞാൻ നശിപ്പിക്കും. നിർദ്ദയരുടെ അഹന്ത ഞാൻ അമർത്തും. മനുഷ്യരെ തങ്കത്തെക്കാളും മനുഷ്യവർഗത്തെ ഓഫീർ സ്വർണത്തെക്കാളും ഞാൻ വിരളമാക്കും. മീൻസ് കർത്താവിന്റെ വരവെങ്കിൽ ഭൂമിയിലെ മനുഷ്യരാശി മുഴുവൻ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ റയറായി തീരും ഭൂമിയിൽ. അഹങ്കാരികളുടെ ഗർവ് ഞാൻ നശിപ്പിക്കും. നിർദ്ദയരുടെ അഹന്ത ഞാൻ അമർത്തും. മനുഷ്യർ തങ്കത്തെക്കാളും മനുഷ്യവർഗത്തെ ഓഫീർ സ്വർണത്തെക്കാളും ഞാൻ വിരളമാക്കും. അതുകൊണ്ട് ഞാൻ ആകാശത്തെ വിറപ്പിക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉഗ്ര കോപത്തിന്റെ ദിവസം അവന്റെ ക്രോധത്തിന് മുമ്പിൽ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കും. വേട്ടയാടപ്പെട്ട ഇളമാനെ പോലെ, അല്ലെങ്കിൽ ഒന്നിച്ചുകൂട്ടാൻ ആളില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ഓരോ മനുഷ്യനും സ്വജനത്തിന്റെ അടുത്തേക്ക് തിരിയും. ഓരോ മനുഷ്യനും സ്വന്തം ദേശത്തേക്ക് പായും. അപ്പോൾ കണ്ടുമുട്ടുന്നവരെയെല്ലാം കുത്തിക്കൊല്ലും. പിടിക്കപ്പെടുന്നവരെല്ലാം വാളിനിരയാകും. അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തെറിപ്പിക്കും. അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടും. അവരുടെ ഭാര്യമാർ ബലാത്സംഗം ചെയ്യപ്പെടും. ഇതാ വെള്ളിയിൽ മമതയോ സ്വർണത്തിൽ താല്പര്യമോ ഇല്ലാത്ത മദായിയരെ ഞാൻ അവർക്കെതിരെ ഇളക്കി വിടുന്നു. അപ്പൊ ഇതില് ഈ ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടുന്നതിനെ കുറിച്ച് യഹൂദര് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നതുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അല്പം പോലും സർപ്രൈസ്ഡ് ആയില്ല. വീണ്ടും ഐസിയ തന്നെ 24 എടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചത് അപ്പസ്തോല പ്രവൃത്തിയിലെ പത്രോസിന്റെ പ്രസംഗം. പത്രോസ് പറഞ്ഞു ഇത് യോയൽ പ്രവാചകൻ പ്രവചിച്ച സംഭവങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഐസിയ 24 കണ്ടാലും കർത്താവ് ഭൂമിയെ പിളർക്കും, വിണ്ടു കീറിക്കും. അവൻ ഭൂമുഖത്തെ വളച്ച് പിരിക്കും, ഭൂവാസികളെ ചിതറിക്കും. ജനങ്ങൾക്കും പുരോഹിതനും ദാസനും യജമാനും ദാസിക്കും യജമാനത്തിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും പലിശയ്ക്ക് പണം കൊടുക്കുന്നവനും പലിശയ്ക്ക് പണം വാങ്ങുന്നവനും ഒന്ന് തന്നെ ഭവിക്കും. അതായത് ആൾക്കാരുടെ പൊസിഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ദൈവത്തിന്റെ ശിക്ഷാവിധിയെ കുറിച്ച് എഴുതിയേക്കുന്നത്. അതായത് കർത്താവ് ഭൂമിയെ പിളർക്കുന്ന എഴുതിയേക്കുന്നത്, വിണ്ടു കീറിക്കും. അവൻ ഭൂമുഖത്തെ വളച്ച് പിരിക്കും, ഭൂവാസികളെ ചിതറിക്കും. 3-ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ ഭൂമിയെ തീർത്തും ശൂന്യമാക്കി പൂർണ്ണമായി കൊള്ളയടിക്കും. കാരണം കർത്താവാണ് ഈ വചനം അരുൾ ചെയ്തിരിക്കുന്നത്. ഭൂമി വിലപിച്ച് ഉണങ്ങി കരിഞ്ഞു പോകുന്നു, ലോകം തളർന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നു. കൊടുമുടികൾ ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികളുടെ ചവിട്ടടിയിൽ മലിനമായി കിടക്കുന്നു. കാരണം അവർ നിയമങ്ങളെ മറികടന്നിരിക്കുന്നു, ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു, നിത്യമായ ഉടമ്പടി തകർത്തിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയെ ഒരു ശാപം വിഴുങ്ങുന്നു. ഭൂവാസികൾ തങ്ങളുടെ അപരാധത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. തന്മൂലം ഭൂവാസികൾ എരിപിരി കൊള്ളുന്നു, ചുരുക്കം ആളുകൾ മാത്രം ശേഷിക്കുന്നു. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് എല്ലാം ഇങ്ങനെ ഈ ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടുന്നതിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്ക് അല്പം പോലും അവർ സർപ്രൈസിങ് ആയിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചില്ല. വീണ്ടും ഹഗായി ഈ യോവേൽ പ്രവചന പറഞ്ഞ യോവേൽ പ്രവചനം കൂടെ നമുക്ക് നോക്കാം. യോവേൽ ചാപ്റ്റർ 2. അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോൾ അവർ നഗരത്തിന്മേൽ ചാടി വീഴുന്നു, അവർ മതിലുകൾ ചാടിക്കയറുന്നു, അവർ പുരകളിലേക്ക് കയറുന്നു, കള്ളനെ പോലെ ജനാലകളിലൂടെ അകത്തു കടക്കുന്നു. അവരുടെ മുമ്പാകെ ഭൂമി കുലുങ്ങുന്നു, ആകാശം വിറയ്ക്കുന്നു. സൂര്യനും ചന്ദ്രനും, ജോയൽ പ്രവചനം 2:9 തുടങ്ങി, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നു. കർത്താവ് തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുന്നു. അവന്റെ വ്യൂഹം വളരെ വലുതാകുന്നു, അവന്റെ കൽപ്പന നടപ്പാക്കുന്നവൻ ശക്തനുമാകുന്നു. കാരണം കർത്താവിന്റെ ദിവസം മഹത്തും
അതിഭയങ്കരവുമാകുന്നു. ആർക്കാണ് അത് നേരിടാൻ കഴിയുക? ഇതില് വീണ്ടും ഈ ജോൽ പ്രവചനം തന്നെ അതിൻ്റെ 30 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ ആകാശത്തിലും ഭൂമിയിലും ശകുനങ്ങളായ രക്തവും തീയും പുകത്തൂണുകളും കാട്ടും. കർത്താവിന്റെ മഹത്വം ഭീകരവുമായ ദിവസം വരും മുമ്പ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണമായി തീരും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും. കാരണം കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നത് പോലെ സീയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവർ ഉണ്ടാകും. അതിജീവിക്കുന്നവരിൽ കർത്താവ് വിളിക്കുന്നവരും ഉൾപ്പെടും. ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഓൾഡ് ടെസ്റ്റാമെന്റ് വായിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ല പരിചയമുള്ള കാര്യമായിരുന്നു കർത്താവ് പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് ഈ അപ്പസ്വലന്മാർക്ക് ഒരു ഡൗട്ടും ഉണ്ടായില്ല ഈ സൂര്യൻ ഇരുണ്ടു പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഈ ആകാശ ശക്തികൾ ഇളക്കം തട്ടുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവം ഇതിന്റെ മേലെ എല്ലാം അധികാരമുള്ളവനാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അല്പം പോലും സംശയമില്ലായിരുന്നു. നമുക്കറിയാം, ജോഷുവയുടെ കാലത്ത് ജോഷുവ സൂര്യനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ്കിയയുടെ സമയത്ത് ഭൂമിയുടെ റവല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ ദൈവം സകലത്തിന്റെ മേലും അധീശത്വമുള്ള ദൈവമാണെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് സുപരിചിതമായിട്ടുള്ള വേദഭാഗമായിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പത്രോസിന്റെ പ്രസംഗം നമ്മൾ ഭാഗ്യവാന്മാരാ. കാരണം ഒരു മാതൃക സുവിശേഷ പ്രസംഗം നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വായിച്ചത് അതുപോലെ കർത്താവ് തന്നെ കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ലൂക്കോസിന്റെ സുവിശേഷം കർത്താവ് ആദ്യമായിട്ട് കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുമ്പോൾ ആ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ലൂക്ക് ചാപ്റ്റർ 4 നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. കർത്താവിന്റെ 2 വരവിനെ കുറിച്ചും കർത്താവ് യേശയ്യാ പ്രവചിച്ചിരുന്നു. എന്നാൽ ഈ ഫസ്റ്റ് കമ്മിങ്ങും സെക്കൻഡ് കമ്മിങ്ങും തമ്മിൽ നമുക്കറിയാൻ വയ്യാത്തൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി 2000 വർഷം കഴിഞ്ഞു. എന്നാൽ കർത്താവ് മടങ്ങി വരുന്നതെന്ന് അറിയില്ല. പക്ഷെ കർത്താവ് മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയമില്ല. കാരണം കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ്ങിനെ കുറിച്ച് എന്തൊക്കെ പ്രവചനങ്ങളുണ്ടായിരുന്നു അതെല്ലാം നിറവേറി. കർത്താവ് ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു, ബെത്ലഹേമിൽ ജനിച്ചു. ദാവീദിന്റെ വംശപരമ്പരയിൽ ജനിക്കുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു, അത് അതുപോലെ സംഭവിച്ചു. എല്ലാം അതുപോലെ സംഭവിച്ചു. അപ്പൊ ഈ കർത്താവ് ആദ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ ലൂക്ക് ചാപ്റ്റർ 4 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. ലൂക്ക് ചാപ്റ്റർ 4:14 തുടങ്ങി വായിക്കുമ്പോൾ, അവനെ കുറിച്ചുള്ള വാർത്ത ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെല്ലാം പരന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. എല്ലാവരും അവനെ പ്രകീർത്തിച്ചു. താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലേക്ക് യേശു വന്നു. പതിവ് പോലെ അവൻ ശാബത്ത് ദിവസം സിനഗോഗിലേക്ക് പോയി. അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം അവന് കൊടുത്തു. അവൻ ഗ്രന്ഥം തുറന്നപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു: കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്, കാരണം ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ബന്ദികൾക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കാൻ, മർദ്ദിതരെ സ്വതന്ത്രരാക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഗ്രന്ഥം അടച്ച് പരിചാരകനെ തിരികെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. അപ്പൊ ഇത് നമ്മൾ ബൈബിൾ പഠിക്കുന്നവരാ. ഇത് യേശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ്. ഐസയ 61 കർത്താവ് സ്റ്റോപ്പ് ചെയ്താ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. യേശയ്യാ പ്രവചനം 61 ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ആധികാരികമായിട്ടുള്ള നോളജ് ഉണ്ടായേ പറ്റൂ. കാരണം നമുക്കൊരു ലൈഫ് ടൈം സിലബസ് ബൈബിളാണ്. കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് ഐസയ 61. പക്ഷെ കർത്താവ് അതിന്റെ ഒരു പാർട്ടായപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തുടങ്ങുന്ന ഇങ്ങനെയാ: കർത്താവായ ദൈവത്തിന്റെ അരൂപി ആത്മാവ് എന്റെ മേലുണ്ട്, കാരണം പീഡിതർക്ക് സദ്വാർത്ത എത്തിക്കാൻ കർത്താവ് എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാൻ, തടവുകാർക്ക് സ്വാതന്ത്ര്യവും ബന്ദികൾക്ക് കാരാഗ്രഹ മോചനവും പ്രഖ്യാപിക്കാൻ കർത്താവിന്റെ പ്രസാദ വത്സരവും. അപ്പൊ ഈ കർത്താവിന്റെ പ്രസാദ വത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഖ്യാപിക്കാൻ. അപ്പൊ ഇതിൽ കർത്താവ് ആദ്യം വന്നത് എന്തിനാ? കർത്താവിന്റെ പ്രതികാര ദിനം പ്രഖ്യാപിക്കാനല്ല, പ്രസാദ വത്സരത്തിന് വേണ്ടി. അതുകൊണ്ട് കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചപ്പോ ഈ കർത്താവിന്റെ
പ്രതികാര ദിനത്തെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തില്ല. അവിടെ ഇത്രേ വായിച്ചുള്ളൂ. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു, ബന്ദികൾക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കാൻ, മർദ്ദിതരെ സ്വതന്ത്രരാക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവിടെ കർത്താവ് ഗ്രന്ഥം അടച്ചു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിന്റെ സെക്കൻഡ് പാർട്ട് വരാനിരിക്കുന്നുള്ളൂ. അതാ പത്രോസിന്റെ പ്രസംഗത്തിൽ വന്നേക്കുന്ന കാര്യം. അതേസമയം പത്രോസ് പ്രസംഗിച്ചപ്പോ ഈ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ, കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ് കഴിഞ്ഞു പോയി. അതായത് കർത്താവിന്റെ ബന്ദികൾക്കുള്ള മോചനം, അന്ധർക്ക് കാഴ്ച, മർദ്ദിതരെ സ്വതന്ത്രരാക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അത് ഫസ്റ്റ് കമ്മിങ് ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. എന്നാൽ ഈ ഐസിയ 61 സെക്കൻഡ് പാർട്ട്, കർത്താവ് വന്നതിന്റെ ഫസ്റ്റ് പാർട്ട് കഷ്ടപ്പെടുന്നവർ രക്ഷിക്കാൻ, അല്ലെങ്കിൽ പാപത്തിലിരിക്കുന്നവർ രക്ഷിക്കാൻ. സെക്കൻഡ് പാർട്ട് എന്താ? കർത്താവിന്റെ പ്രതികാര ദിനം. അതിനെക്കുറിച്ചാണ് ഈ പത്രോസിന്റെ പ്രസംഗത്തിൽ. അതുകൊണ്ട് ജോയൽ പ്രവചനത്തിലെ സെക്കൻഡ് പാർട്ടാ പത്രോസ് എംഫസൈസ് ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു പോയി. സെക്കൻഡ് പാർട്ടില് അതാ പത്രോസ് അവിടെ പ്രസംഗിക്കുന്നിടത്ത് ഈ സെക്കൻഡ് പാർട്ട് പറഞ്ഞു. കർത്താവിന്റെ 20 തുടങ്ങി 19, മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും തീയും പുകപടലവും കർത്താവിന്റെ മഹനീയവും ഉജ്ജ്വലവുമായ ആ ദിനം വരും മുമ്പ് സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തവർണ്ണമായി തീരും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അവൻ രക്ഷിക്കപ്പെടും. ഇത് കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ്ങിൽ ഇതൊന്നുമില്ല. സെക്കൻഡ് കമ്മിങ്ങിലെ കാര്യങ്ങളെ പറഞ്ഞു. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടും. അപ്പൊ കർത്താവ് വരുന്നത് എങ്ങനെയാ? മഹാ തേജസ്സോടുകൂടി ജ്വലിക്കുന്ന അഗ്നിയിൽ കർത്താവായ യേശു പ്രത്യക്ഷപ്പെടും. അപ്പൊ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപക്ഷമ പ്രാപിക്കാത്തവരെല്ലാം കർത്താവിന്റെ വരവെങ്കിൽ, അതാണ് കർത്താവിന്റെ വരവെങ്കിൽ ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, വിലപിക്കുമെന്ന് എഴുതിയേക്കുന്നത്. എന്നാൽ കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്നവരുണ്ട്, വിലപിക്കുന്നവരുണ്ട്. ഈ ഹെബ്രായ ലേഖനം എടുക്കുമ്പോൾ അവിടെയും ഹെബ്രായ ഗ്രന്ഥ കർത്താവ് എഴുതി ഹീബ്രൂസ് 9 അതായത് ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിന്റെ ടോട്ടൽ മെസ്സേജ് സെയിമാ. ഹീബ്രൂസ് 9 അതിന്റെ 27 തുടങ്ങി വായിക്കുമ്പോൾ മനുഷ്യർ ഒരിക്കൽ മരിക്കണം, പിന്നെ വിധി നടക്കണം എന്നതാണ് നിശ്ചയം. ഇതുപോലെ അനേകരുടെ പാപങ്ങൾ സംവഹിക്കാൻ ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാവും. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞ് സൂര്യൻ ഇരുണ്ടുപോകും, ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടും, ചന്ദ്രൻ രക്തവർണ്ണമായി തീരും, സമുദ്രത്തിലെ തിരമാലകളുടെ ഗർജനം മൂലം മനുഷ്യന്റെ ഹൃദയം ഫെയിൻറ്റഡ് ആവുമെന്ന് എഴുതിയിരിക്കുന്നു. ദെൻ ഇവിടെ 28-ാം സെന്റൻസിൽ എഴുതിയിരിക്കുന്നുണ്ട്, പാപങ്ങൾ സംവഹിക്കാൻ ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ഇത് പാപത്തിന്റെ കാര്യത്തിനല്ല, തന്നെ ആകാംക്ഷപൂർവ്വം പാർത്തിരിക്കുന്നവരെ രക്ഷിക്കാനാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ് വന്നുപോയി. കർത്താവ് രണ്ടാമത് വരുന്നത് കാലിത്തൊഴുത്തിലല്ല. ഫസ്റ്റ് ടൈം വന്നത് ദി ഹംബ്ലസ്റ്റ് ഓഫ് ഹംബിളായിട്ട്, കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഏറ്റവും ദരിദ്രനായിട്ട്, അല്ലെങ്കിൽ ഒരു സമ്പത്തും ഇല്ലാത്തവനായിട്ട് ലോകത്തിൽ ജീവിച്ചു, എല്ലാവരും ത്യജിക്കപ്പെട്ടു, ക്രൂശിതനായി. ഇനി വരുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് കമ്മിങ്. അതിനെക്കുറിച്ച് മാത്യു നമ്മൾ അറിയണ്ട. മാത്യു 24 എഴുതിയേക്കുന്നിടത്ത് നമ്മൾ വായിച്ചതാണ്. ആ ദിവസങ്ങളിലെ ദുരിതത്തിന് ശേഷം ചിന്തിക്കാറില്ല, സൂര്യൻ പെട്ടെന്ന് ഇരുണ്ടു പോകും. അതായത് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതായത് സൂര്യൻ പെട്ടെന്ന് ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾക്ക് ഇളക്കം തട്ടും. ഇതിനെക്കുറിച്ചൊരു സയന്റിഫിക് ലിറ്ററേച്ചർ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ ഭൂമിയുടെ അടുത്തോടെ വേറൊരു സ്റ്റാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കടന്നു പോയാൽ, കാരണം നമുക്കറിയാം ഭൂമി ഇങ്ങനെ ശൂന്യതയിൽ നിൽക്കുക, 23 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുക. ചെറിയൊരു ഷെയ്ക്കിന് തട്ടിയാൽ ഈ പർവ്വതങ്ങളെല്ലാം വീഴും, അത് കടലിലേക്ക് വീഴും. ഇപ്പോഴുള്ള മരുഭൂമി കടലായിത്തീരും, ഇപ്പോഴുള്ള കടല് മരുഭൂമിയായിത്തീരും. അതായത് കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് ഈ ഭൂമി എല്ലാം ഇപ്പൊ ടോട്ടലി കവോറ്റിക് ആയിട്ടുള്ള കണ്ടീഷനായിട്ട് മാറും. അത് കർത്താവ് പറഞ്ഞേക്കുന്നത്.
അതിന് വേറൊന്നും സംഭവിക്കേണ്ട, ഈ ഭൂമിയുടെ അടുത്തോടെ വേറൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോളം കടന്നുപോയി ഇതൊന്ന് വിറച്ചാൽ മതി. ഇത് 23 ഡിഗ്രിയിൽ ഒരു പ്രത്യേക ബാലൻസിലിരിക്കും. ഇതൊന്ന് ഷെയ്ക്ക് ചെയ്താൽ ഈ പർവ്വതങ്ങളെല്ലാം മറിഞ്ഞ്, ഹിമാലയ പർവ്വതം മറിഞ്ഞ് കടലിലേക്ക് വീഴും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും സംഭവിക്കും. അതവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവിന് മുമ്പ് ആകാശ ശക്തികൾക്ക് ഇളക്കം തട്ടും. ഈ മാത്യു 19 അതായത് പത്രോസ് ചോദിക്കുന്നുണ്ട്, എൻ്റെ 26 തുടങ്ങി വായിക്കുമ്പോൾ, എന്നാൽ യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനും എല്ലാം സാധ്യമാണ്. ഇതിന് മറുപടിയായി പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യുഗസമാപ്തിയിലെ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹനീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ പേരിൽ സ്വഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ ഭൂസ്വത്തുക്കളെയോ ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കും. അയാൾ നിത്യജീവൻ അവകാശിയായി തീരും. എങ്കിലും പല മുമ്പന്മാരും പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. നമ്മൾ അറിയേണ്ട കർത്താവിന്റെ ഈ മഹാ തേജസ്സോടു കൂടിയുള്ള വരവിന് ഒള്ളി നമ്മളെ എലിജിബിൾ ആക്കുന്നത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടാത്ത എല്ലാവരും കർത്താവിന്റെ വരവില് നമ്മൾ ആദ്യം വായിച്ച് കുറെ ആൾക്കാർ തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്കായിട്ട് കർത്താവ് മടങ്ങി വരുന്നു. എന്നാൽ കർത്താവിന്റെ മടങ്ങി വരവ് പ്രതീക്ഷിക്കാതെ, അതിനെക്കുറിച്ച് വിശ്വസിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈ റെവലേഷനിൽ എഴുതിയിട്ടുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 6 കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഒരു കാര്യം എഴുതിയേക്കുന്നതാണ്. 6:12 തുടങ്ങി വായിക്കുമ്പോൾ, കുഞ്ഞാട് 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, കണ്ടാലും വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇതെല്ലാം സെയിം ആ ബൈബിളിൽ ത്രൂ ഔട്ട് എഴുതിയേക്കുന്ന കാര്യങ്ങൾ. സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടുപോയി. അത് തന്നെ നമ്മൾ വായിച്ചു, സൂര്യൻ ഇരുണ്ടുപോയി, പെട്ടെന്ന് ഇരുണ്ടുപോയി എന്നാ, പതുക്കെയല്ല. സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടുപോയി, പൂർണ്ണചന്ദ്രൻ രക്തം പോലെയായി, കൊടുങ്കാറ്റിൽ അത്തിമരത്തിൽ നിന്ന് വിളയാത്ത കായകൾ പൊഴിയും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ചുരുട്ടിയ ഗ്രന്ഥച്ചുരുൾ പോലെ ആകാശം അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും യഥാസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും മഹാന്മാരും സേനാധിപന്മാരും സമ്പന്നരും ശക്തരും അടിമയും സ്വതന്ത്രനും ഉൾപ്പെടെ എല്ലാവരും ഗുഹകളിലും പർവ്വതങ്ങളിലെ പാറയിടുക്കുകളിലും ഒളിച്ചു. അവർ പർവ്വതങ്ങളോടും പാറക്കൂട്ടങ്ങളോടും കേണപേക്ഷിച്ചു, സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കാൻ ഞങ്ങളുടെ മേൽ നിപതിക്കുക. കാരണം അവരുടെ ക്രോധത്തിന്റെ മഹാദിനം വന്നിരിക്കുന്നു, ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? അതായത് കർത്താവിന്റെ തേജസ്സിനെ കുറിച്ച് നമ്മൾ മഹാ തേജസ്സോടുകൂടി വരുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് കർത്താവിന്റെ മഹാ തേജസ്സിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതിനുവേണ്ടി അവർ പർവ്വതങ്ങളോട് കേണപേക്ഷിക്കുക, ഞങ്ങൾ ഒന്ന് കവർ ചെയ്യാൻ. പർവ്വതങ്ങൾക്ക് കർത്താവിന്റെ തേജസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അവിടെ എഴുതിയേക്കുന്ന ഈ കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ കർത്താവിനെ കുറിച്ച് പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം അല്ല പുതിയ നിയമത്തിലെ ദൈവം ഒരു പ്രശ്നമില്ലാത്ത ദൈവമാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് ദൈവം മാറ്റമില്ലാത്തവന്. പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം രണ്ടല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കാൻ ഞങ്ങളുടെ മേൽ നിപതിക്കുക. ഇപ്പൊ നോക്ക്, നമ്മള് മനുഷ്യൻ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുമെന്നോ, കർത്താവിന്റെ സുവിശേഷം ഇതാണെന്നോ, കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നോ, നോബഡി ഈസ് ബോതേർഡ്. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്നത്, മനുഷ്യൻ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നതുകൊണ്ട്, ദൈവത്തെ മറന്നിട്ട് ജീവിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അഫക്റ്റഡ് ആകുന്ന ആൾക്കാരെ കുറിച്ച് എഴുതിയേക്കുന്നത്. അതിന്റെ റെവലേഷൻ 6:15 തുടങ്ങി വായിക്കുമ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാര് ദൈവത്തെ കുറിച്ച് ഓർക്കില്ല. കാരണം അവരുടെ പ്രതാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. രാജാക്കന്മാര്, മഹാന്മാര്, സേനാധിപന്മാര്, സമ്പന്നര്. ഇന്ന് മനുഷ്യൻ സമ്പത്തിന്റെ പിന്നാലെ പോയി പൈസ ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരായിട്ടും ഒക്കെ ഇങ്ങനെ ജീവിതം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഭൂമിയിലെ സമ്പന്നന്മാര്, ശക്തര്, അടിമയും സ്വതന്ത്രനും ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്ന എന്താ? ഗുഹകളിലും. ഇന്ന് സമ്പന്നര് രമ്യകർമ്മങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ കർത്താവ് വരുമ്പോൾ എവിടെ പോയി ഒളിക്കാൻ പോകുന്നത്? എവിടെയാ? ഗുഹകളിലും
പർവ്വതങ്ങളിലെ പാറയിടുക്കുകളിലും ഒളിച്ചു. പർവ്വതങ്ങളോടും പാറക്കെട്ടുകളോടും കേണപേക്ഷിച്ചു. സിംഹാസനത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കാൻ ഞങ്ങളുടെ മേൽ നിബന്ധിക്കുക. പക്ഷെ അതിന് മറയ്ക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഏഷ്യ 24 എഴുതിയേക്കുന്നിടത്ത് ഐസിയ 24 അതിന്റെ 17 തുടങ്ങി വായിക്കുമ്പോൾ, ഹാ ഭൂവാസിയെ നിനക്ക് കൊടിയ ഇതെല്ലാം കർത്താവിന്റെ വരവ്, ദി ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ ദിനം എന്ന് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ്. ഹേ ഭൂവാസിയെ നിനക്ക് കൊടിയ ഭീതി, ഗർത്തം, കെണി, പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കരകയറുന്നവൻ കെണിയിൽപ്പെടും. കാരണം ആകാശജാലകങ്ങൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അസ്ഥിവാരം വിറയ്ക്കുന്നു, ഭൂമി തീർത്തും തകർന്നു കഴിഞ്ഞു, ഭൂമി മലർക്കെ പിളർന്നു കഴിഞ്ഞു, ഭൂമി ഇളകിയാടുന്നു. ഇതാ നമ്മൾ ആ സയന്റിഫിക്കലി പ്രവചിച്ചിരിക്കുന്ന ഒരു കാര്യം. അടുത്തോടെ ഒരു സ്റ്റാറോ എന്തെങ്കിലും കടന്നുപോയ ഭൂമി ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ ഇതിന്റെ ടോട്ടൽ ബാലൻസ് പോകും. ഇതിനകത്ത് പർവ്വതങ്ങൾ മറിഞ്ഞു വീഴും, കടല് മരുഭൂമിയിലേക്ക് ഒഴുകും, മരുഭൂമി കടലാകും, കടൽ മരുഭൂമിയാകും. അതായി പറഞ്ഞിരിക്കുന്നത്, ഭൂമിയുടെ അസ്ഥിവാരം വിറയ്ക്കുന്നു, ഭൂമി തീർത്തും തകർന്നു കഴിഞ്ഞു, ഭൂമി മലർക്കെ പിളർന്നു കഴിഞ്ഞു, ഭൂമി ഇളകിയാടുന്നു, ഭൂമി മദ്യപനെ പോലെ ചാഞ്ചാടുന്നു, കുടിൽ പോലെ ഉലയുന്നു, ഭൂമിയുടെ അതിക്രമങ്ങൾ അതിൻ്റെ മേൽ ഭാരപ്പെട്ടിരിക്കുന്നു, അത് വീണുപോകും, വീണ്ടും എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യങ്ങളെ ആകാശത്ത് വെച്ചും ഭൂമിയിലെ രാജാക്കന്മാരെ ഭൂമിയിൽ വെച്ചും ശിക്ഷിക്കും. അവരെ തടവുകാരായി ഒരു കുഴിയിൽ ഒന്നിച്ചു കൂട്ടും, അവരെ ഒരു കാരാഗൃഹത്തിൽ അടച്ചുപൂട്ടി അനേക നാളുകൾക്ക് ശേഷം ശിക്ഷിക്കും. ഇനിയുള്ള ശ്രദ്ധിക്കേണ്ട, അപ്പോൾ ചന്ദ്രൻ മുഖം മറയ്ക്കും, സൂര്യൻ ലജ്ജിക്കും. കാരണം സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ഭരണം നടത്തും. അവന്റെ മൂപ്പന്മാരുടെ മുമ്പാകെ അവൻ തന്റെ മഹത്വം പ്രകടമാക്കും. ഇത് തന്നെ സക്കറിയ പ്രവാചകൻ എഴുതി, എല്ലാവരും എഴുതിയിരിക്കുന്നത്. ജെറുസലേം സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ഭരണം നടത്തും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഡേ ഓഫ് പെന്തിക്കോസ്തിൽ എടുക്കപ്പെട്ടപ്പോൾ ആ 2 മാലാഖമാർ പറഞ്ഞത്, അവൻ എടുക്കപ്പെട്ടതുപോലെ മടങ്ങി വരും. ഒലിവ് മലയിൽ നിന്ന് എടുക്കപ്പെട്ടു, ഒലിവ് മലയിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ പാദം ഒലിവ് മലയിൽ സ്പർശിക്കുമ്പോൾ ഒലിവ് മല 2ആയി സ്പ്ലിറ്റ് ആകും. ഇത് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. കമ്പാക്ട് ടു അപ്പോസ്തല പ്രവൃത്തി 2 മടങ്ങി വരുമ്പോൾ, അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യം, കർത്താവിന്റെ കാരുണ്യം അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള വരവ് കഴിഞ്ഞു പോയി. ഇനി കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഭൂമിയെ ശിക്ഷിക്കാനും പാപികളുടെ സുവിശേഷത്തെ നെഗ്ലക്ട് ചെയ്തവരെ നിത്യനാശത്തിനായിട്ട് ശിക്ഷിക്കാനായിട്ടാണ് ഇനി കർത്താവ് വരുന്നത്. അല്ലെ, കർത്താവിന്റെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള കമ്മിങ് കഴിഞ്ഞു പോയി. അപ്പോസ്തല പ്രവൃത്തി 2 പത്രോസിന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടെ വായിച്ചു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പത്രോസ് 22 തുടങ്ങി വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനങ്ങളെ ഈ വചനങ്ങൾ കേൾക്കുക. നസ്രായനായ യേശുവിനെ അവനിലൂടെ നിങ്ങളുടെ മധ്യേ മഹാകൃത്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. യേശുവിനെ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും മുന്നറിവും അനുസരിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. നിങ്ങളോ ദുഷ്ടരുടെ സഹായത്തോടെ അവനെ ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ അമരുക എന്നത് അസാധ്യമായിരുന്നു. അപ്പൊ പത്രോസിന്റെ പ്രസംഗത്തിന്റെ രത്നചുരുക്കം ഇതാ: നിങ്ങളോ അവനെ ക്രൂശിച്ചു, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് സകല മനുഷ്യന്റെയും പാപപരിഹാരാർത്ഥം ക്രൂശിക്കപ്പെട്ടു, എന്നാല് മരണത്തെ അതിജീവിച്ച് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു. ഇന്ന് കർത്താവിന്റെ ഈ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് കർത്താവിനെ തൻ്റെ ജീവിതത്തിന്റെ കർത്താവാക്കി മാറ്റുന്നവർക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ ലജ്ജിക്കേണ്ടി വരില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം എഴുതി കൺക്ലൂഡ് ചെയ്തപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് വായിച്ച് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് ലോകത്തില് 100 കണക്കിന് ക്രിസ്തുമാർ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, ഞങ്ങളിൽ ഒരാളോ വേറെ ആരെങ്കിലും വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ അവൻ എറ്റേണലി കഴ്സ്ഡ് ബൈ ഗോഡ് എന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ആ കർത്താവിൽ വിശ്വസിച്ചാല് നമ്മൾ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ നമ്മൾ ദൈവത്താൽ ത്യജിക്കപ്പെടില്ല.
ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടില്ലെങ്കിൽ തീയും ഗന്ധകയലിയുന്ന തീപ്പൊയ്കയാണ് മനുഷ്യന്റെ ഫ്യൂച്ചർ. അതാ പത്രോസിന്റെ പ്രസംഗത്തിന്റെ നക്ഷല്. വിൽ കണ്ടിന്യൂ ടു സ്റ്റഡി. നമുക്ക് ഈ അപ്പസ്തോല പ്രവൃത്തി തുടർന്ന് പഠിക്കാം. കാരണം അപ്പസ്തോല പ്രവൃത്തി അത് ഏർലി ചർച്ചിന്റെ ഹിസ്റ്ററിയാണ്. ആ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയില്ലെങ്കിൽ നമ്മൾ അതിന് രക്ഷപ്പെടത്തില്ല. കാരണം 2000 വർഷം കൊണ്ട് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ക്രിസ്ത്യാനിറ്റി ടോട്ടലി മാറിപ്പോയി. ചെറിയൊരു മാറ്റമല്ല, 100% മാറിപ്പോയി. അപ്പൊ നമ്മളത് കണ്ടെത്തി. നമുക്ക് ലോകത്തിലെല്ലാം ടെക്നോളജി ഇമ്പ്രൂവ്മെന്റ് വരും, എല്ലാം വരും. പക്ഷേ കർത്താവ് പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകും, എങ്കിലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് സെഞ്ചുറിയിൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ക്രിസ്ത്യാനിറ്റി കണ്ടെത്തി അത് വിശ്വസിച്ച് നമ്മളെല്ലാം രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ബൈബിൾ പഠിക്കുന്നു. പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. വചനത്തിൽ നിന്ന് ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ട് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന സമയം എടുക്കാം. നമ്മൾ ഹെബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹീബ്രൂസ് 4, ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തില് അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന്റെ വിശ്രമത്തിൽ പ്രവേശിക്കാമെന്നുള്ള വാഗ്ദാനം നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് പ്രാപിക്കാൻ കഴിയാതെ പോകുമോ എന്ന് നാം ഭയപ്പെടണം. കാരണം അവർക്കെന്ന പോലെ നമുക്ക് സദ്വാർത്ത ലഭിച്ചിരിക്കുന്നു. പക്ഷെ ആ സന്ദേശം കേട്ടവർ വിശ്വസിക്കായികയാൽ അത് അവർക്ക് ഉപകരിച്ചില്ല. നമ്മളിതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽക്കാർ ഈജിപ്തില് അടിമത്തത്തിലായിരുന്നു 430 വർഷം. അവിടുന്ന് മോശയുടെ നേതൃത്വത്തിൽ അവര് ചെങ്കടൽ കടന്ന് ഇക്കരെ വന്നു. 6 ലക്ഷം പേര് പോന്നു. നമുക്കറിയാം അതില് 2 പേര് മാത്രമേ കാനാനിൽ പ്രവേശിച്ചുള്ളൂ. അപ്പൊ അതാ അവിടെ അപ്പസ്തോലനായ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് സദ്വർത്തമാനം ലഭിച്ചു. അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇതായിരുന്നു: ഈജിപ്തിൽ നിന്ന് രക്ഷിക്കും, കാനാനിൽ എത്തിക്കും. ഈജിപ്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു, പക്ഷെ കാനാനിൽ അവര് എത്തിയില്ല. അപ്പൊ ഇവിടെ ഹെബ്രായ ഗ്രന്ഥകർത്താവ് ഇവിടുത്തെ ക്രിസ്തീയ വിശ്വാസികളോട് പറയുകയാണ്, അവർക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമുക്കും ഇത് സംഭവിക്കുമോ എന്ന് ഭയപ്പെടണം. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചിന്തിച്ചതാ റെവലേഷനിലെ, അതായത് വീണുപോയ സഭകളെ കുറിച്ച്. അപ്പൊ ഇവിടെ ഈജിപ്തിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു സൂക്ഷിച്ചാലും നമുക്കും വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ പറ്റും. അത് നമ്മളെ കാത്തു സൂക്ഷിച്ചില്ലേ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതാ ബൈബിളിൽ നിന്നുള്ള മെസ്സേജ്. കാരണം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം കാനാനിൽ പ്രവേശിച്ചില്ല. അതുപോലെ അനേകർ വിശ്വാസത്തിൽ ആരംഭിച്ചിട്ട് പ്രവേശിച്ചില്ല. അതിന്റെ ഹിസ്റ്ററി എല്ലാം നമ്മൾ ഹെബ്രായ ലേഖനത്തിലും തിമോത്തിയോസിനുള്ള ലെറ്ററിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 1 കൊരിന്ത്യർ 9:24 തുടങ്ങി വായിക്കുമ്പോൾ, ഓട്ട മത്സരത്തിൽ ഓട്ടക്കാരെല്ലാം പങ്കെടുക്കുന്നു, എന്നാൽ ഒരാൾ മാത്രം സമ്മാനം നേടുന്നു. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് സമ്മാനം കിട്ടാൻ നിങ്ങൾ ഓടുക. കായികാഭ്യാസി സർവ്വകാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അയാൾ നശ്വരമായ കിരീടത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, നാമോ അനശ്വരമായതിനു വേണ്ടി. ലക്ഷ്യമില്ലാതെ അല്ല ഞാൻ ഓടുന്നത്, കാറ്റിനോടല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത്. ഞാൻ എൻ്റെ ശരീരത്തെ മെരുക്കി കീഴടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ അയോഗ്യനായിത്തീരും. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ ലേഖനങ്ങളൊന്നും പൊതുവെ വായിക്കാറില്ല. കൊറിന്ത്യർ ലേഖനമൊന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇവിടെ പൗലോസ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പൗലോസ് ഇത് ഒരു യഹൂദ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കല്ല എഴുതുന്നത്. കൊറിന്തോസുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് യഹൂദ പൈതൃകത്വമായിട്ട് ഒരു ബന്ധമില്ല. തികച്ചും ജാതികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സഭയാണ്. നമ്മളും അങ്ങനെ, നമുക്ക് യഹൂദ പൈതൃകത്വമായിട്ടൊരു ബന്ധമില്ല. നമ്മളും ജാതികൾ അല്ലെങ്കിൽ നോൺ ജ്യൂസിൽ നിന്ന് വന്നവരാ നമ്മളെല്ലാം. പക്ഷേ പൗലോസ് ഈ കൊറിന്തോസുകാരോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അവരോട് പറയുവാണ്, നിങ്ങളിത് അറിയണം. അപ്പൊ യഹൂദ പൈതൃകത്വം അല്ലെ യഹൂദ കൾച്ചർ, യഹൂദ റൈറ്റിങ്സ്, ഓൾഡ് ടെസ്റ്റാമെന്റിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം നോളജ് ഉള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, അവർ മേഘത്തിന് കീഴിലായിരുന്നു എന്നും കടലിലൂടെ കടന്നു എന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ, സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ, പൗലോസ് അതിനു മുമ്പ് പറഞ്ഞു, മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഞാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും.
നമുക്ക് നിശ്ചിത എന്ന് പറയുന്ന ഒരു റിയലിറ്റിയാണ്. ഡെത്ത് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അപ്പോയിന്റ്മെന്റാണ്. പക്ഷെ എന്നാന്നുള്ളത് അറിയില്ല എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത് സിലബസ് തന്നിട്ടുള്ള പരീക്ഷയാണ്. സിലബസ് ഇതാ. തിരുവഴുത്തനുസരിച്ച് ദൈവം ന്യായം വിധിക്കൊണ്ട് കർത്താവ് പറഞ്ഞു ആകാശം ഭൂമിയും കടന്നു പോകുമെങ്കിലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പൊ ഇത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മേഘത്തിലും കടലിലും സ്നാപനമേറ്റ് അവർ മോശയോട് ചേർന്നു. നമുക്കറിയാം അവര് വഴി നടത്താൻ മേഘം ഉണ്ടായിരുന്നു. അവർ ചെങ്കടൽ കടന്നു. അവര് നയിച്ചത് മോശയായിരുന്നു. അവര് മോശയോട് അന്ന് ചേർന്നു. ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോടാണ് ചേരുന്നത്. എല്ലാവരും ഒരേ ആധ്യാത്മിക ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആധ്യാത്മിക പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ചിരുന്ന ആധ്യാത്മിക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഇപ്പൊ നോക്കാം, ആലോചിച്ച് നോക്കിയാല് ഈ ഒരു സെന്റൻസ് മാത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ എഴുതിയേക്കുന്നത്? ആ പാറ ക്രിസ്തു ആയിരുന്നു. നമുക്കറിയാം അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ പാറക്കെട്ടടിച്ചു. പാറയിൽ നിന്ന് വെള്ളം കിട്ടി, അവർ കുടിച്ചു. പക്ഷെ പൗലോസ് ഇവിടെ പറയുകയാണ് ആ പാറ ക്രിസ്തു ആയിരുന്നു പറഞ്ഞാൽ ആ പാറ ക്രിസ്തു ആയിരുന്നാണോ അതിന്റെ അർത്ഥം? ആ പാറ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. നമുക്കറിയാം മോശ ആ പാറക്കെട്ട് അടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം കിട്ടി. വീണ്ടും ആ പാറക്കെട്ട് അടിക്കാൻ പാടില്ല. പക്ഷെ മോശ അടിച്ചു. അങ്ങനെ മോശയ്ക്ക് കാനാൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന ഈ ബൈബിളിന്റെ ആ ഒരു ലിറ്ററേച്ചർ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട. ബൈബിളിന്റെ ഒരു ക്വാളിറ്റി ഓഫ് ലിറ്ററേച്ചർ ആണ് ഇവിടെ പറഞ്ഞേക്കണം. ആ പാറ ക്രിസ്തു ആയിരുന്നു. സിമിലർ സ്റ്റേറ്റ്മെന്റ്സ് ബൈബിളിൽ നിറയുണ്ട്. കർത്താവ് അന്ത്യ അത്താഴ സമയത്ത് അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. സെയിം യൂസേജ് ബൈബിളിൽ ത്രൂ ഔട്ട് ഉണ്ട്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എന്നാൽ അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരുടെ മൃതദേഹങ്ങൾ മരുഭൂമിയിൽ ചിതറപ്പെട്ടു. എന്നിട്ട് ഇനിയുള്ള നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്തതുപോലെ തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ്. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റാമെന്റിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതി കിട്ടിയേക്കുന്നത് അവർക്ക് കാനാൻ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പാണ്. അവരിൽ ചിലരെ പോലെ, എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് കാനാൻ നഷ്ടപ്പെട്ടെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് കുറെ കാര്യങ്ങൾ എഴുതിയേക്കുക. അവരിൽ ചിലരെ പോലെ വിഗ്രഹാരാധനക്കാരാകരുത്. വിശുദ്ധ ലിഖിതത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം അസന്മാർഗീയതയിൽ മുഴുകരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം മരിച്ചു വീണു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെ സർപ്പങ്ങൾ സംഹരിച്ചു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം പിറുപിറുക്കരുത്. അവരെ വിനാശകൻ നശിപ്പിച്ചു. ഇനിയുള്ള ശ്രദ്ധിക്കേണ്ട, ഇവ അവർക്ക് ഒരു മുന്നറിയിപ്പായി സംഭവിച്ചു. നമുക്ക് ഒരു പാഠമായി ഇവ രേഖപ്പെടുത്തി. നമ്മിലാണല്ലോ യുഗങ്ങളുടെ പൂർത്തീകരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ കൊറിന്ത ലേഖനമൊക്കെ ഇതിങ്ങനെ എഴുതി കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് ക്രിസ്ത്യാനി എടുത്താൽ കൊറിന്ത ലേഖനം വായിച്ചിട്ടുള്ള ഒരു വളരെ ചുരുക്കം. ബൈബിൾ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ വായിച്ചിട്ടുള്ള ഒരു ചുരുക്കം. പക്ഷെ ഈ ബൈബിൾ വെച്ച് കർത്താവ് ലോകത്തെ വിധിക്കുമ്പോൾ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമ്മളിത് വായിച്ചിട്ടില്ലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു. കാരണം ഈ ബൈബിള് എല്ലാവരുടെയും ഭവനങ്ങളിൽ ബൈബിളുണ്ട്. പക്ഷെ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ എഴുതിയേക്കുന്നത് ഇത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന്റെ 10ാം സെന്റൻസിൽ 11 ഇവ അവർക്ക് ഒരു മുന്നറിയിപ്പായി സംഭവിച്ചു. നമുക്ക് ഒരു പാഠമായി ഇവ രേഖപ്പെടുത്തി. പാഠം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം. പാഠം എന്ന് പറഞ്ഞാൽ മാതൃക അല്ലെങ്കിൽ എക്സാമ്പിൾ, നമ്മൾ പിൻപറ്റേണ്ട പാഠം, മാതൃക, ലെസൺ എന്നുള്ളതാണ്. നമുക്കൊരു ലെസൺ ആയത്. എന്താ ലെസൺ? എന്താ? അതായത് ഇസ്രായേൽക്കാര് കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട് അല്ലെങ്കിൽ മോശ പെസഹ ആചരിച്ച് അവര് സംഹാരദൂതനിൽ നിന്ന് രക്ഷിച്ച്, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരത്തിന്റെ നിഴലായിരുന്നു. അവിടുന്ന് 6 ലക്ഷം പേരെ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് പോന്നു. പക്ഷെ ഇക്കരെ കടന്നവര് കാനാനിൽ പ്രവേശിച്ചില്ല. അതിന്റെ റീസൺസ് എന്തായിരുന്നു ഇവിടെ എഴുതിയേക്കുക. എന്നിട്ട് പറഞ്ഞേക്കുവാണ് ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട്, അല്ല അവർക്കൊരു മുന്നറിയിപ്പായിട്ട് സംഭവിച്ചു. രേഖപ്പെടുത്താൻ കാരണം എന്താ? നമുക്കൊരു പാഠമായിട്ട്. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ കമ്മിങ് സൺഡേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും എന്തുകൊണ്ട് അവർക്ക് കാനാൻ നഷ്ടപ്പെട്ടു. അതിൽ ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം, അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോൾ, അവർ ചെയ്തതുപോലെ തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. അവരിൽ ചിലരെ പോലെ വിഗ്രഹാരാധനക്കാരാകരുത്. അപ്പൊ ആദ്യം അവര്
അവർക്ക് കാനാൻ നഷ്ടപ്പെട്ടതിന്റെ ആ ലിസ്റ്റുകൾ എഴുതിയേക്കുന്നതിൽ ഫസ്റ്റ് കേസ് അവര് വിഗ്രഹാരാധകരായി. അപ്പൊ അത് നമുക്ക് ടുഡേ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റു. അപ്പൊ അതിൽ ഫസ്റ്റ് കേസ് ആദ്യമേ അവർ വഴി തെറ്റിയത് എക്സോഡസ് 32 ആ. പുറപ്പാട് 32 എടുക്കുമ്പോൾ നമുക്കറിയാം, ഇക്കരെ വന്ന് മോശയെ ദൈവം മലയിലേക്ക് വിളിച്ചു. മോശ മലയിലേക്ക് കയറിപ്പോയി. എന്നിട്ട് എത്ര ദിവസമായിരുന്നു മോശ മലയിൽ? 40 days. 32-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ, മോശ പർവ്വതത്തിൽ നിന്ന് വരാൻ വൈകുന്നത് കണ്ട് ജനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു, എഴുന്നേൽക്കൂ, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരൂ. ഇംഗ്ലീഷിലാണ് ഗോഡ്സ് എന്ന. കാരണം ഇവർ ഈജിപ്തിൽ 1400 വർഷം ജീവിച്ചപ്പോഴത്തേക്കും ഇവരുടെ ഈ യഹൂദ പൈതൃകത്വവും അല്ലെങ്കിൽ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് അവരിൽ നിന്ന് കിട്ടിയ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പൊ അവർ പറയുന്നത് എന്താ? അവരുടെ ഏകദൈവം എന്നുള്ളതൊക്കെ പോയിട്ട് ഇനി ഞങ്ങൾക്ക്, കാരണം ഈജിപ്തിലെ ദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ ഹിന്ദുയിസം പോലെ, ഹിന്ദുയിസിലാണ് 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈജിപ്തിൽ നിറയെ ദൈവങ്ങളുണ്ട്. ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരൂ. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ സ്വർണ്ണവളയങ്ങൾ എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അതനുസരിച്ച് എല്ലാവരും തങ്ങളുടെ കാതുകളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണവളയങ്ങൾ എടുത്ത് അഹ്റോന്റെ പക്കൽ കൊണ്ടുവന്നു. അയാൾ അവ വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം നൽകി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവർ പറഞ്ഞു, ഇസ്രായേലെ, ഇതാ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവന്മാർ. ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി അയാൾ പ്രഖ്യാപിച്ചു, നാളെ കർത്താവിനൊരു ഉത്സവമായിരിക്കും. ജനങ്ങൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോമബലി കഴിക്കുകയും സമാധാന ബലി അർപ്പിക്കുകയും ചെയ്തു. ജനങ്ങൾ ഇരുന്ന് തീനും കുടിയും കഴിഞ്ഞ് കൂത്താടാൻ തുടങ്ങി. ഈ കാര്യമാണ് നമ്മൾ കൊറിന്ത്യർ ലേഖനത്തിൽ വായിച്ചത്. ആലോചിച്ച് നോക്ക്, ഇത് ചെയ്ത ആളാരാ? അഹ്റോനാണ്. അഹ്റോന്റെ അടുത്ത് അവർ വന്ന് പറഞ്ഞു, മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദേവന്മാരെ കിട്ടിയേ പറ്റൂ. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഒരു തേഴ്സ്റ്റ് ഫോർ ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള തേഴ്സ്റ്റ് എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ മനുഷ്യന് എന്തിനെങ്കിലും ആരാധിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. നോ, കാരണം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഈ തേഴ്സ്റ്റ് വെച്ചേക്കുന്നത് കൊണ്ട് ഇവര് മോശ ഉണ്ടായിരുന്നപ്പോൾ ഇവര് യഹോവയെ ആരാധിച്ച് യഹോവയെ പിൻപറ്റി പോന്നു. മോശ പോയതോടുകൂടി എന്തായി? അവർക്ക് ദൈവത്തെ കിട്ടിയേ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏത് കാട്ടുജാതികൾ എടുത്താലും അവരുടെ ഏത് ഹ്യൂമൻ കൾച്ചർ എടുത്താലും എല്ലായിടത്തും മനുഷ്യൻ എന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ടാകും. കാരണം മനുഷ്യന് ആരാധിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നു. ചിലർ കല്ലിനെ ആയിരിക്കും, ചിലർ മരത്തെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ നേച്ചറിനെ ആരാധിക്കുന്നവരുണ്ട്, ഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവങ്ങളെ കിട്ടിയേ പറ്റൂ. അപ്പൊ അഹ്റോൻ നോക്ക്, അഹ്റോന്റെ ആ ഒരു വീഴ്ച. അതേസമയം മോശ എവിടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വർണം തരിക, സ്വർണം തീയിലിട്ട് അതിനെ കൊത്തുളി കൊണ്ട് രൂപപ്പെടുത്തി എന്തുണ്ടാക്കി? ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിന്റെ 5ാം സെന്റൻസിൽ ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം ഉണ്ടാക്കി അയാൾ പ്രഖ്യാപിച്ചു, നാളെ കർത്താവിനൊരു ഉത്സവമായിരിക്കും. ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ, അല്ല ഒറിജിനൽ ഇതില് സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ നാളെ യഹോവയ്ക്കൊരു ഉത്സവമായിരിക്കും. അപ്പോ ഇസ്രായേലിന്റെ ദൈവം അദർശ്യനായ ദൈവമായിരുന്നു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആ ദൈവത്തിന്റെ രൂപം ആരും ദർശിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കാളക്കുട്ടിയാന്നല്ല പറയുന്നത്, അഹ്റോൻ പറയുന്നത് എന്താ? യഹോവയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇസ്രായേൽക്കാര് അവർക്ക് യഹോവയെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, മോശയോട് സംസാരിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ ഡ്യൂട്രോമി നിയമാവർത്തനം 4:15 എടുക്കുമ്പോൾ ഡ്യൂട്രോമി 4:15 വായിക്കുമ്പോൾ, അതിനാൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പൊ ദൈവത്തിന്റെ വചനം നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണോ വേണ്ടത്? നന്നായി ശ്രദ്ധിക്കുക. കർത്താവ് ഹോറേബിൽ അഗ്നിമധ്യത്തിൽ നിന്ന് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ലല്ലോ. സൂക്ഷിക്കുക, ആണിന്റെയോ പെണ്ണിന്റെയോ ഛായയുള്ളതോ ഭൂമിയിലെ ഏതെങ്കിലും മൃഗത്തിന്റെ ഛായയുള്ളതോ ആകാശചാരികളായ ഏതെങ്കിലും പർവ്വജാതികളുടെ ഛായയുള്ളതോ നിലത്ത് ഇഴയുന്ന
ഏതെങ്കിലും ഒന്നിന്റെ ഛായ ഉള്ളതോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള ഏതെങ്കിലും മത്സ്യത്തിന്റെ ഛായ ഉള്ളതോ ആയ കൊത്തുരൂപങ്ങളോ പ്രതിമകളോ നിനക്ക് വേണ്ടി ഉണ്ടാക്കി ദൂഷിതരാകരുത്. അപ്പൊ ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് കാളക്കുട്ടി ഇപ്പൊ ഇവരെ സംബന്ധിച്ച് യഹോവയാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോക്ക്, ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇത് ഡ്യൂപ്ലിക്കേറ്റാ. കാളക്കുട്ടി ഇപ്പൊ അവർക്ക് യഹോവയായി. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം എന്നും നമ്മൾ എന്താ പറയുന്നത്, റിസർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ കാരണം ഇതാ. കർത്താവ് പറഞ്ഞു, ഞാൻ ആരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നോ ആ രീതിയിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈ അതൊന്ന് വായിക്കുന്നല്ല, യോഹന്നാന്റെ സുവിശേഷം 8:24 8:24 അത് ഈ NIV ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ NIV ഒന്ന് വായിക്കും, അവർക്ക് വായിക്കും. I told you that you would die in your sins if you do not believe that I am the one I claim to be. അതെ, അപ്പൊ കർത്താവ് യഹൂദരോട് പറയുന്ന ഒരു കാര്യമാണ്, യു വിൽ indeed die in your sins. എന്ത് ചെയ്തില്ലെങ്കില, if you do not believe that I am the one I claim to be. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് കർത്താവ് അവകാശപ്പെട്ടിരിക്കുന്ന ആ രീതിയിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം ഇതാണ്, അതായത് അവര് വിഗ്രഹാരാധകരായ പോലെ നമ്മൾ വിഗ്രഹാരാധകരാകരുത്. നമുക്ക് ഈ 10 പ്രമാണങ്ങളിൽ 2-ാം പ്രമാണം വിഗ്രഹാരാധനയ്ക്കെതിരെയാണ്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തില് പുറപ്പാട് 20-ല് 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 10 കമാൻഡ്മെന്റ്സ് എന്ന് ഹെഡിങ്ങും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഈ 10 കൽപ്പനയിൽ തന്നെ പിശാച് എന്ത് ചെയ്തു? മായം ചേർത്തു. പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവവചനത്തിൽ മായം ചേർക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഈ ആദി പാപം എന്ന് പറയുന്നത് തന്നെ ആദമാൻ ഈവിന്റെ പാപം, അവരെ കൊണ്ട് പാപം ചെയ്യിച്ചത് ദൈവവചനത്തെ ഡിസൊബേ ചെയ്യിച്ചുകൊണ്ടാണ്. ഇല്ല, പിശാച് ഹവ്വായുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ഇതാ, ഈ തോട്ടത്തിൽ ഏതെങ്കിലും മരത്തിന്റെ ഫലം പറിച്ച് തിന്നരുതെന്ന് എങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അവ പറഞ്ഞു തിന്നരുതെന്നല്ല, തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഷീ വാസ് നോട്ട് ഷുവർ അബൌട്ട് വാട്ട് വാസ് ദി കമാൻഡ്മെന്റ്. അപ്പൊ നമുക്ക് ദൈവകൽപ്പനയെ കുറിച്ച് ഒരു ഫേം ആയിട്ടുള്ള നോളജ് ഇല്ലെങ്കിൽ യു ആർ എ നമ്പർ 1 കാൻഡിഡേറ്റ് ഫോർ സാത്താനിക് ഡിസെപ്ഷൻ. നമുക്ക് ദൈവവചനത്തെ കുറിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് ഇല്ലാത്ത എല്ലാവരെയും പിശാച് ഡിസീവ് ചെയ്യും. അവയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് അത് കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു പോയി. കാരണം അത് തിന്നുന്ന നാൾ തീർച്ചയായിട്ടും മരിക്കുന്ന ദൈവം പറഞ്ഞു. അവ പറയുന്നത് യു മേ ഡൈ എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവവചനത്തെ കുറിച്ചുള്ള സീരിയസ്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും പിശാചിന്റെ പ്രവർത്തന മണ്ഡലങ്ങളാണ്. അപ്പൊ ഈ 10 കൽപ്പനയിൽ നമുക്ക് അറിയാവുന്നതാണ് 10 കൽപ്പന. പക്ഷേ ഈ പാരമ്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇതിലെ 2-ാം കൽപ്പന എനിക്കറിയാവുന്ന എൻ്റെ പാരമ്പര്യം വെച്ച് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നേ ഇല്ല. 2-ാം കൽപ്പന ഇതാ 20-ന്റെ എക്സോഡസ് 20 10 കൽപ്പനയിൽ പോലും മായം ചേർത്തിട്ട് ഈ ഇസ്രായേലിന്റെ പരിപാലകര് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ നേതാക്കന്മാരെ അത് അറിഞ്ഞിട്ടില്ല. അതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. അതിന്റെ നമുക്കറിയാം 3-ാം സെന്റൻസ് തുടങ്ങി, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. അത് 1-ാം കൽപ്പന. 2-ാം കൽപ്പന ചെയ്ത ഒരു വിഗ്രഹവും നിനക്കായി ഉണ്ടാക്കരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിന്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. കാരണം ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. എന്നെ വെറുക്കുന്നവരുടെ ദുഷ്ടതയ്ക്ക് 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പക വീട്ടുന്നവൻ, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറകളോട് ഞാൻ അചഞ്ചല സ്നേഹം കാണിക്കും. നമ്മളിവിടെ ഫ്രീക്വന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, മക്കളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം എന്താ? മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഇവിടെ ഇത് 10 കൽപ്പന 2-ാം കൽപ്പന. അതായത് ഈ വിഗ്രഹ ആരാധനയ്ക്കെതിരായിട്ടുള്ള, കാരണം ഇസ്രായേൽക്കാർക്ക് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നിഷിദ്ധം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നിഷിദ്ധമായിരിക്കേണ്ടതാണ്. എന്നാൽ പിശാച് ദൈവവചനത്തിൽ മായം ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ കൽപ്പന എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇപ്പോ ഈ
ഒരു ആവറേജ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കൽപ്പനയുണ്ടെന്ന് അറിയുക പോലുമില്ല. എന്നാൽ 10 കൽപ്പന എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഓരെണ്ണെടുത്ത് മാറ്റിയിട്ട് 9 കൽപ്പന എന്ന് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഈ 10ാം കൽപ്പന 2ആക്കി. 10ാം കൽപ്പന ഇതാ 17ാം സെന്റൻസ്: നീ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്, അയൽക്കാരന്റെ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ മറ്റെന്തിനെങ്കിലും മോഹിക്കരുത്. അപ്പൊ ഇതില് ഈ 10ാമത്തെ കൽപ്പനയിലെ അതും ആദ്യത്തെ കണ്ടീഷൻ അല്ല, 2ാമത്തെ കണ്ടീഷൻ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളത് എടുത്ത് 9ാം കൽപ്പനയാക്കി, 9 8ആക്കി, 8 7ആക്കി, 7 6ആക്കി, അങ്ങനെ 3 2ആക്കി, അങ്ങനെ ഒരു കൽപ്പന എടുത്തു കളഞ്ഞ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അറിയുന്നില്ല. അപ്പോൾ അറിയാതെ വിഗ്രഹാരാധന ചെയ്ത്, കാരണം വിഗ്രഹാരാധകര് ഒരു നാളും സ്വർഗത്തിൽ പോവില്ല എന്നുള്ളത് ദൈവത്തിന്റെ എറ്റേണൽ കൽപ്പനയാണ്. അപ്പൊ അങ്ങനെ വിഗ്രഹാരാധകരെ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പൊ അന്ന് അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കിയതിന് പകരം ഇപ്പൊ കാളക്കുട്ടി ഉണ്ടാക്കിയാലും യേശുക്രിസ്തുവിന്റെ പടം ഉണ്ടാക്കിയാലും ആരുടെ പടം ഉണ്ടാക്കിയാലും വിഗ്രഹാരാധന തന്നെ. അപ്പൊ അങ്ങനെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആൾക്കാരെ വിഗ്രഹാരാധകരാക്കി നരകത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികളായിട്ട് ക്രിസ്തീയ സഭകൾ അധപ്പതിച്ചു പോയി. എന്നാൽ സഭകളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവനവന്റെ രക്ഷ ഉറപ്പാക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തം. കാരണം നമ്മൾ ലോക കാര്യങ്ങളിൽ നമുക്ക് നല്ല പരിജ്ഞാനമുണ്ട്, അറിവുണ്ട്, പക്ഷെ സ്ക്രിപ്ചറിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് അവർക്ക് കാനാൻ നഷ്ടപ്പെടാനുണ്ടായിരുന്ന ഫസ്റ്റ് റീസൺ അവര് വിഗ്രഹാരാധകരായ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ തലകുനിച്ചു. ഇന്നൊരു ക്രിസ്തീയ സമൂഹങ്ങൾ എടുത്താൽ കാത്തലിക് ചർച്ച് ഈസ് ഫുൾ ഓഫ് ഐഡോലാട്രി, ജാക്കബൈറ്റ് ചർച്ച് ഈസ് ഫുൾ ഓഫ് ഐഡോലാട്രി. പിന്നെ ഇങ്ങനെ ഓരോ സഭകൾ എടുത്താൽ എല്ലാം ദൈവവചനത്തെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവവചനത്തെ നിഷേധിക്കുന്ന സെയിമാണ്. നമ്മൾ ചിന്തിച്ചു വന്ന പോയിന്റ് ഒന്നോടെ റിമൈൻഡ് ചെയ്യുക. അവർക്ക് കാനാൻ നഷ്ടപ്പെടാനുണ്ടായിരുന്ന ആദ്യത്തെ പിഴ അവർ കാളക്കുട്ടി ഉണ്ടാക്കിയതാണ്. പിന്നീട് നമ്മൾ അങ്ങനെയാണ്, ഒരു പാപം ചെയ്ത് നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പാപത്തിലേക്ക് പോകും. ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ആയിരിക്കും നമ്മൾ ഒരു പാപം ചെയ്താൽ. കാരണം ബാട്ട് വഴിസായിരിക്കും എപ്പോഴും മനുഷ്യന്റെ ഫ്യൂച്ചർ. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഈ കൊളോസി ലേഖനം എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പൊ നമ്മൾ ലിറ്ററലായിട്ട് നമ്മൾ വിഗ്രഹം ഉണ്ടാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വിഗ്രഹാരാധകർ ആകാതിരിക്കില്ല. പൗലോസ് ലേഖനം 3-ാം അധ്യായം എടുക്കുമ്പോൾ പൗലോസ് പറയുന്നതാണ്, 3:5 തുടങ്ങി വായിക്കുമ്പോൾ, ഭൗമികമായി നിങ്ങളിലുള്ളവയെല്ലാം നശിപ്പിച്ചു കളയുക. അവിഹിത വേഴ്ച, അശുദ്ധി, കാമം, ദുരാശ, വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണെങ്കിൽ ലിറ്ററലി വിഗ്രഹം ഉണ്ടാക്കാതിരുന്ന രക്ഷപ്പെടായിരുന്നു. അവര് യഹൂദരുടെ ഹിസ്റ്ററി എടുത്താൽ അവര് ഈ ബാബിലോണിയൻ എക്സൈൽ വരെ അവർ വിഗ്രഹം ഉണ്ടാക്കി. ബാബിലോൺ എക്സൈലിന് ശേഷം അവർ വിഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും അവർക്ക് ആ ദൈവത്തിൽ നിന്ന് ആ ശിക്ഷ കിട്ടിയതോടുകൂടി അവർ വിഗ്രഹത്തെ ഭയപ്പെടാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ സമയത്തൊന്നും അവർ വിഗ്രഹാരാധകരല്ല, വിഗ്രഹം ഇല്ല അവർക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മളാരും വിഗ്രഹം വെക്കുന്നവരല്ല, വിഗ്രഹം വെച്ചിരുന്നു. എന്നാൽ നമ്മളാരും വിഗ്രഹം വെച്ച് വിഗ്രഹത്തിന് മുമ്പിൽ വിളക്ക് കത്തിക്കുന്നവരല്ല, മെഴുകുതിരി കത്തിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ വിഗ്രഹാരാധകരല്ലാതായി തീരില്ല. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ കൊളോസിലെ അനുസരിച്ച് നമ്മൾ വായിച്ചു, ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്താ ഇവിടെ വിഗ്രഹം എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? അപ്പൊ നമ്മൾ അത്യാഗ്രഹം എന്ന് പറഞ്ഞാല് അതായത് കണ്ടന്റ്മെന്റിന്റെ ഓപ്പോസിറ്റാ. ഈ 1 തിമോത്തി 6-ാം അധ്യായം എടുക്കുമ്പോ 1 തിമോത്തി 6:6 വായിക്കുമ്പോ, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഇവ കൊണ്ട് നമുക്ക് സംതൃപ്തരാകാം. എന്നാൽ ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും അകപ്പെടുന്നു, മനുഷ്യരെ നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്ന ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിലും അകപ്പെടുന്നു. കാരണം ദ്രവ്യാഗ്രഹമാണ് സർവ്വ തിന്മകളുടെയും നിദാനം. ഈ ആർത്തി വഴി പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി തങ്ങളുടെ ഹൃദയങ്ങളെ പലവിധ വേദനകൾ കൊണ്ട് കുത്തിത്തുളയ്ക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യ, നീ ഇവയിൽ നിന്നെല്ലാം വിട്ടുമാറുക. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി, അവർക്ക് കാനാൻ നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ വിഗ്രഹം, ലിറ്ററൽ വിഗ്രഹത്തെ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കാളക്കുട്ടിയോ അല്ലെങ്കിൽ ഇവർ സുണ്ണാളിൽ നിന്നും ഉണ്ടാക്കി വെക്കാറില്ല. അറ്റ് ദി സെയിം ടൈം നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തിയില്ല, ദ്രവ്യാഗ്രഹികളാണ്,
അത്യാർത്തിയുള്ളവരാണ്, പണത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇത് ഈ അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയേക്കാൾ വലിയ വിഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിഗ്രഹാരാധകരാണോ എന്ന് അവനവനെ അറിയാൻ പറ്റും. നമുക്ക് പൈസയുടെ പിന്നാലെ പരക്കം പായുന്നവരും പണം ഉണ്ടാക്കാനുള്ള ആർത്തിയും ലോകത്തിൽ സമ്പത്ത് ഉണ്ടാക്കി വെക്കാനുള്ള ആർത്തിയും, അപ്പൊ കണ്ടന്റ്മെന്റ് ഇല്ല, സംതൃപ്തി ഇല്ല, വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും നമ്മുടെ എറ്റേണൽ ഫ്യൂച്ചർ എവിടെയായിരിക്കും? തീയും കന്നുവരിക്കുന്ന തീപ്പൊയ്യ ആയിരിക്കും. കാരണം നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിഗ്രഹാരാധകരായിരിക്കും. ഇതേ കാര്യം തന്നെ എഫേസ്യ ലേഖനം എടുക്കുമ്പോൾ എഫേഷ്യൻസ് 5 അവിടെ നമ്മൾ കണ്ടു അത്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന. ഇവിടെയും അതേ കാര്യം തന്നെ പൗലോസ് പഠിപ്പിക്കുന്നത്. എഫേഷ്യൻസ് 5:5 1 തുടങ്ങി വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുക, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ നിങ്ങൾ ചരിക്കുക. ദൈവത്തിന് പരിമളമുള്ള ബലിയും യാഗവുമായി അവൻ തന്നെ നമുക്ക് വേണ്ടി അർപ്പിച്ചു. അവിഹിത വേഴ്ചയുടെയോ എന്തെങ്കിലും അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിന്റെയോ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അവ വിശുദ്ധർക്ക് യോജിച്ചതല്ല. അശ്ലീല സംസാരമോ വ്യർത്ഥ ഭാഷണമോ പരിഹാസമോ അരുത്. അത് നിങ്ങൾക്ക് യോജിച്ചതല്ല. വേണ്ടത് കൃതജ്ഞതാ സ്തോത്രം അത്രേ. ഇക്കാര്യം നന്നായി അറിയുക. നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമാണ്. അവിഹിത വേഴ്ചക്കാരനോ അശുദ്ധനോ അത്യാഗ്രഹിക്കോ അതായത് വിഗ്രഹ ആരാധകനോ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഒരവകാശവുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് ആർക്കാ കൊടുക്കണ്ടേ? കർത്താവിനാണ്. ഒന്നാം കൽപ്പന തന്നെ ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. പൂർണ്ണമായിട്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ $10 ഉണ്ട്, 10 ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. സെയിം വേ ഈ സമ്പൂർണ്ണ സമർപ്പണം കർത്താവിന് ഇല്ലാതെ, പൂർണ്ണമായിട്ട് കർത്താവിനെ കണ്ടെത്താതെ, പൂർണ്ണമായിട്ട് ഹൃദയം കർത്താവിന് കൊടുക്കാതെ മരിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ദൈവത്തിന്റെ അടുത്ത് പോയിട്ടില്ല. എന്ന് ജീവിച്ചിരിക്കുന്നവരും ദൈവത്തിന്റെ അടുത്ത് പോകത്തില്ല. ഇമ്പോസിബിളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം എവിടാ? ഒന്നും ചെയ്യണ്ട, ഒന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ജീവിച്ചാലും നമുക്ക് ചെന്ന് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം നരക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാല് കർത്താവ് പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, അത് പോകാൻ ഗമിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം പേർക്ക്. ഇത് ബുദ്ധിമാന്മാർക്ക് മാത്രം നീക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥല സ്വർഗം എന്ന് പറയും. കർത്താവ് പറഞ്ഞു എന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാന് തുല്യനാണ്. ഇത് ഹൈ IQ ഉള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. കാരണം എല്ലാ മനുഷ്യനും ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട്. അല്ല അതിനകത്ത് ബുദ്ധി കൂടിയവർ കുറഞ്ഞവരെന്നില്ല, ഒരു ഇന്റലക്ച്വൽ ക്രീച്ചർ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബുദ്ധി റൈറ്റ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാത്തവരെ കർത്താവ് വിളിക്കുന്നത് ഈ ലൂക്ക് ചാപ്റ്റർ 24 അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാനും ഉണ്ട്, വിഡ്ഢിയുണ്ട്. ലൂക്ക് ചാപ്റ്റർ 24 അതായത് കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടണമെങ്കിൽ നല്ല ബുദ്ധി വേണം. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇത് പോഷന്മാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഈ എമ്മാവോസിലോട്ട് പോയ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നിടത്ത് അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള ചിലരും കല്ലറയെങ്കിലേക്ക് പോയി ആ സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അവൻ അവരോട് പറഞ്ഞു, ഇത് കർത്താവ് അന്ന് അവരറിയുന്നില്ല, കർത്താവ് അവരോട് പറഞ്ഞു, ഭോഷരെ, പ്രവാചകർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ മടിക്കുന്നവരെ, ക്രിസ്തു ഇവയെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ? മോശ മുതൽ സർവ്വപ്രവാചകരും തന്നെപ്പറ്റി വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളവ എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് കർത്താവ് ഈ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ഭോഷരെ. അപ്പൊ നമ്മള് പ്രവാചകർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ മടിക്കുന്നവരാണെങ്കിൽ, അല്ലെ അതായത് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുകയും അത് വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും, അതായത് മോശയുടെ തിരുവെഴുത്തുകളിലും പ്രവാചക ലിഖിതങ്ങളിലും സങ്കീർത്തനങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് അത് വിശ്വസിച്ചില്ലെങ്കിൽ ദൈവം നമ്മൾ എന്ത് വിളിക്കും? യു ഫൂൾസ് എന്ന കർത്താവ് അവരെ വിളിക്കുന്നത്. മാത്യു ചാപ്റ്റർ 7 നമ്മൾ കണ്ടു, ഈ കർത്താവിന്റെ വചനങ്ങളെ കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നത് എന്താ? ബുദ്ധിമാന്മാരെന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാന്മാരായ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഈ ലോകം വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന പോലെ കർത്താവിനെ പിൻപറ്റുന്നവരുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ ഒരു കൂട്ടമല്ല, പ്രത്യുത ബുദ്ധിമാന്മാരുടെ ഒരു കൂട്ടമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ ചികഞ്ഞു പഠിച്ച് തിരുവെഴുത്തുകളിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കി
ഈ വിഗ്രഹാരാധനയിൽ. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഫസ്റ്റ് റീസൺ അതായിരുന്നു, അവർ വിഗ്രഹാരാധകരായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിഗ്രഹം വെക്കാതിരുന്നുകൊണ്ട് നമ്മൾ നിത്യത പ്രാപിക്കില്ല. എല്ലാ ദ്രവ്യാഗ്രഹമാണ് എല്ലാ പാപത്തിനും കാരണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ നമ്മൾ നിത്യത നഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു കാര്യമില്ല, 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരും കാണത്തില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അതായത് ലോകവും അതിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനം പാലിക്കുന്നവരോ നിത്യമായിട്ട് നിലനിൽക്കും. അപ്പൊ നമ്മൾ ലെറ്റ് us ബി വൈസ്, ബുദ്ധിമാന്മാരായിട്ട് നമ്മൾ ലോക ചരിത്രത്തെ ഒന്ന് വിലയിരുത്തിയാൽ നമ്മുടെ മുമ്പുള്ളവരെല്ലാം മരിച്ചുപോയി, മഹാന്മാരെല്ലാം മണ്ണടിഞ്ഞു പോയി, നമ്മൾ മരിക്കും. എന്നാൽ ഒരു നിത്യതയുണ്ടെങ്കിൽ അത് കർത്താവിനോട് കൂടെ ചെലവഴിക്കാൻ നമ്മുടെ നിത്യത എൻഷുർ ചെയ്യാത്ത എല്ലാ വേ ഓഫ് ലൈഫും, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഫൂളിഷ് ലൈഫ്, നമ്മൾ അവിടെ കണ്ടു. 10 പ്രമാണത്തിൽ കണ്ടു. എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ 3-4 തലമുറ, നിഷേധിക്കുന്നവരുടെ 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് ദൈവം പ്രതികാരം ചെയ്യുമെങ്കിൽ അനുസരിക്കുന്നവരുടെ 1000 തലമുറയ്ക്ക് അനുഗ്രഹം കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത്. അതായത് തലമുറകൾക്കുള്ള വാഗ്ദത്ത ദൈവവചനത്തിൽ ഏറ്റവും വലിയ വാഗ്ദത്തം. ജസ്റ്റ് 2 സെന്റൻസ് നോക്കുന്നല്ല. 102 സങ്കീർത്തനത്തില്, കാരണം പൊതുവെ ദൈവത്തെ സ്നേഹിക്കാത്തവർ മക്കളെ സ്നേഹിക്കാറില്ല. അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദത്തങ്ങളൊന്നും ചിന്തിക്കുന്നതല്ല. 102 സങ്കീർത്തനത്തില് 102:28 വായിക്കുമ്പോ ഒന്ന് വയ്ക്കും. നിന്റെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ പിന്മുറക്കാർ നിന്റെ തിരുസന്നിധിയിൽ നിലനിൽക്കും. അതെ, നിന്റെ ദാസരുടെ മക്കൾ. അതായത് നമ്മൾ കർത്താവിന് നമ്മുടെ ലൈഫ് കൊടുത്ത് കർത്താവിന്റെ മക്കൾ എന്നുള്ള ടൈറ്റിലേക്ക് നമ്മൾ വന്നാൽ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ടൈറ്റിലേക്ക് വന്നാൽ, നിന്റെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ പിന്മുറക്കാർ നിന്റെ തിരുസന്നിധിയിൽ നിലനിൽക്കും. ഈ പ്രോവെർബ്സ് 20 എടുക്കുമ്പോൾ, സുഭാഷിതങ്ങൾ 20:7 വായിക്കുമ്പോൾ പരമാർത്ഥതയിൽ വ്യാപരിക്കുന്ന ധർമ്മിഷ്ഠനായ മനുഷ്യൻ, അയാളുടെ പിന്മുറക്കാരായ പുത്രന്മാർ അനുഗ്രഹീതർ. അതായത് പരമാർത്ഥതയിൽ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ വ്യാപരിക്കുന്ന ധർമ്മിഷ്ഠനായ മനുഷ്യൻ, അയാളുടെ പിന്മുറക്കാരായ പുത്രന്മാർ, അത് പുത്രന്മാരാണെങ്കിലും പുത്രിമാരാണെങ്കിലും പിന്മുറക്കാരായ പുത്രന്മാർ അനുഗ്രഹീതർ. 112 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സേവിക്കാത്ത കുടുംബങ്ങൾക്കോ ദൈവത്തെ സേവിക്കാത്ത തലമുറകൾക്കോ യാതൊരു നന്മയില്ല. 112 സങ്കീർത്തനം 2 സെന്റൻസോട് വായിക്കുള്ളൂ. കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ, അവന്റെ കൽപ്പനകളിൽ അത്യധികം ആമോദിക്കുന്നവൻ ഭാഗ്യവാൻ. അയാളുടെ പിന്മുറക്കാർ ദേശത്ത് കരുത്തരാകും, പരമാർത്ഥിയുടെ തലമുറ അനുഗ്രഹീതമാകും. അതെ, അയാളുടെ പിന്മുറക്കാർ ദേശത്ത് കരുത്തരാകും, പരമാർത്ഥിയുടെ തലമുറ അനുഗ്രഹീതമാകും. ഇത് നമുക്ക് കർത്താവിനെ സേവിച്ചിട്ടുള്ളവരുടെ തലമുറകൾ നഷ്ടപ്പെട്ടിട്ടില്ല, അവരുടെ മക്കള് ഐശ്വര്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോ ഈ എന്ന് ഞാൻ പറയുന്ന കാര്യം, മക്കളോടുള്ള ഏറ്റവും വലിയ സ്നേഹം, കാണിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. നമുക്ക് അബ്രാഹം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ വായിക്കാറുള്ളതാ. പിന്നീട് ഇസാക്കിൻ ജീവിക്കുന്ന സമയത്ത് അബ്രാഹം മരിച്ചുപോയി, ഇസാക്ക് ലൈഫ് സിറ്റുവേഷൻ വന്നു, വലിയ ദുരിതവും ക്ഷാമവും വന്നപ്പോൾ ദൈവം പറയുന്നത് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. കാരണം ഓർക്കുന്നോ, ഉൽപ്പത്തി 26 കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ കർത്താവിനെ സേവിച്ചാൽ നമ്മൾ മരിച്ചു പോവും, നമ്മളുടെ മക്കളുടെ ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഉൽപ്പത്തി 26 ആദ്യം തുടങ്ങി വായിക്കുമ്പോൾ, അബ്രാഹാമിന്റെ കാലത്ത് ഉണ്ടായ ക്ഷാമത്തിന് ശേഷം വീണ്ടും ഒരു ക്ഷാമം നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗെറാറിൽ ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിന്റെ അടുക്കിലേക്ക് പോയി. അപ്പൊ വലിയൊരു ക്ഷാമം, വലിയൊരു ദുരിതം, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇസഹാക്കിനുണ്ടായി. കർത്താവ് ഇസഹാക്കിന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് നിർദ്ദേശിക്കുന്ന ദേശത്ത് പാർക്കുക, തൽക്കാലം ഈ ദേശത്ത് തന്നെ പ്രവസിക്കുക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, നിന്നെ അനുഗ്രഹിക്കും, ഈ ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും
സന്തതികൾക്കുമായി ഞാൻ നൽകും. അങ്ങനെ ഞാൻ നിന്റെ പിതാവായ അബ്രാഹിമിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതികൾക്ക് ഈ ദേശം മുഴുവൻ ഞാൻ നൽകും. നിന്റെ സന്തതികൾ മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹീതരാകും. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേട്ട് അനുസരിച്ച് എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും എൻ്റെ നിയമങ്ങളും അനുസരിച്ചു. നമുക്ക് ഇസ്ഹാക്കിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇസ്ഹാക്കിനോട് ദൈവം പറയുക, നീ ഇവിടുന്ന് പോണ്ട, നിന്നെ ഞാൻ ഇവിടെ അനുഗ്രഹിക്കും, നിന്റെ കാര്യം ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്യും. കാരണം നീ ദൈവമായിട്ടുള്ള ബന്ധമല്ല പറയുന്നത്, നിന്റെ പിതാവായിട്ടുള്ള അബ്രാഹം. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേട്ട് അനുസരിച്ചു, എൻ്റെ നിയോഗവും എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും എൻ്റെ നിയമങ്ങളും അനുസരിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. അതായത് കർത്താവിനെ മാനിച്ച് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് കർത്താവായ യേശുവിനെ കുടുംബത്തിലെ കേന്ദ്രബിന്ദുവാക്കി നായകനാക്കി നമ്മളൊരു കുടുംബജീവിതം നയിച്ചാൽ വരും തലമുറകളെ അവരുടെ ഫ്യൂച്ചർ വിശ്വാസത്താൽ നമുക്ക് കാണാൻ പറ്റും. യാക്കോബ് മക്കളുടെ ഭാവി കണ്ട് വടി ഊന്നി നിന്നുകൊണ്ട് മക്കളുടെ ഭാവി പ്രവചിച്ചു. നമുക്കും പ്രവചിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ അബ്രാഹം ദൈവത്തെ അനുസരിച്ചു, അതുകൊണ്ട് ഇസ്ഹാക്കിന്റെ ജീവിതം കർത്താവ് സുരക്ഷിതമാക്കി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാ, നമ്മുടെ പൂർവികർ അറിയാത്ത സത്യങ്ങൾ നമ്മൾ അറിഞ്ഞവരാ. നമ്മുടെ പൂർവികര് വിഗ്രഹാരാധകരും ദൈവത്തെ അറിയാത്തവരും ഗീവറിസം ഉണ്ണിയാളുടെ മുമ്പിൽ പോയി നിന്നിട്ടുള്ളവരും കർത്താവിനെ അറിയാത്തവരും ആകാശരാജ്ഞിക്ക് മുമ്പിൽ തല കുനിച്ചിട്ടുള്ളവരുമാണ്. അറ്റ് ദി സെയിം ടൈം ഈ പൂർവികർക്ക് മറഞ്ഞിരുന്ന മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവായ യേശുവിനെ കുടുംബമായിട്ട് നമ്മൾ സേവിച്ചാൽ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പിതാക്കന്മാരിൽ നിന്ന് അവകാശമായിട്ട് നമുക്ക് കിട്ടിയ ശാപങ്ങളാണ്. നമ്മുടെ പൂർവികർ വിഗ്രഹാരാധകരായിരുന്നു, അല്ലെങ്കിൽ ദൈവങ്ങളല്ലാത്തവരെ ദൈവങ്ങളായിട്ട് ആരാധിച്ചിട്ടുള്ളവരാ, അല്ലെങ്കിൽ ബലി അർപ്പിച്ചിട്ടുള്ളവരാ, ഊട്ട് കഴിച്ചിട്ടുള്ളവരാ, നേർച്ച കഴിച്ചിട്ടുള്ളവരാ, തീർത്ഥാടനം നടത്തിയിട്ടുള്ളവരാ. നമ്മൾ കർത്താവിനെ അറിയാൻ ഇടയായി. അപ്പോൾ വിശ്വസ്തമായിട്ട് നമ്മൾ കർത്താവിനെ സേവിച്ചാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ വരും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് മണ്ണെ പ്രതി മാണിക്യം നഷ്ടപ്പെടുത്തരുത്. കർത്താവ് പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന ഒരു നിധിയെ കണ്ടെത്തിയവൻ തനിക്കുള്ളത് എല്ലാം വിറ്റിട്ട് പോയി ആ നിധി സ്വന്തമാക്കി. നമ്മൾ ആ നിധിയെ കണ്ടെത്തിയവരാ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇസ്രായേൽക്കാർ കാനാൻ നഷ്ടപ്പെടുത്തി നമ്മൾ വിഗ്രഹാരാധകരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹം വെക്കില്ല, ആ നിലയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടവരാ. അതുകൊണ്ട് അത്യാഗ്രഹികളായിട്ടോ ദ്രവ്യാഗ്രഹികളായിട്ടോ നമ്മൾ നിത്യത നഷ്ടപ്പെടുത്തരുത്. വിഗ്രഹാരാധകരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സെന്റൻസ് വായിക്കുന്ന നല്ലതാണ്. യേശയ്യാപ്രവചനം 2-ാം അധ്യായത്തില് യേശയ്യാപ്രവചനം 2-ല് അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോൾ, അല്ല 8 തുടങ്ങി വായിക്കുമ്പോൾ, 2-ന്റെ 8 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽക്കാരെ അധപ്പതിച്ച് വിഗ്രഹാരാധനയിലേക്ക് പോയ കാലത്ത് പ്രവാചകർ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള തിരുവെഴുത്തുകളായിരുന്നു. അവരുടെ നാട്ടിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയുടെ മുമ്പിൽ സ്വന്തം കൈവിരലുകൾ കൊണ്ട് രൂപം കൊടുത്തവയുടെ മുമ്പിൽ തല കുനിക്കുന്നു. അങ്ങനെ മർത്യൻ ഇകഴ്ത്തപ്പെടുന്നു, മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു. അതായത് മനുഷ്യൻ ദൈവത്തിന്റെ സുപ്പീരിയർ ക്രിയേഷനാണ്. ദൈവത്തിന്റെ സുപ്പീരിയർ ക്രിയേഷനാണ്. മനുഷ്യൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ തല കുനിക്കുമ്പോൾ എന്താകുന്നത്? തരം താഴ്ത്തപ്പെടുക. മീൻസ് വിഗ്രഹത്തിന്റെ മുമ്പിൽ തല കുനിച്ച് വിഗ്രഹത്തെ വെക്കുമ്പോൾ തരം താഴ്ത്തപ്പെടുന്ന പറഞ്ഞാൽ മനുഷ്യൻ സുപ്പീരിയർ ക്രിയേഷനാണ്. അതിന്റെ തൊട്ട് മുമ്പുള്ള ക്രിയേഷൻ ആയിരുന്നു കുരങ്ങും കാളയും പശുവും ഒക്കെ. നമ്മൾ വിഗ്രഹത്തെ വെച്ച് വിഗ്രഹത്തിന് മുമ്പിൽ തല കുനിക്കുമ്പോൾ, വിളക്ക് വെക്കുമ്പോൾ, യു ആർ ഡിസെൻഡിങ് നോട്ട് ടു ദി ലെവൽ ഓഫ് ആനിമൽസ്. അതിനേക്കാൾ ഇൻഫീരിയർ ആയി പോവുക. അതായത് വിഗ്രഹാരാധന നടന്ന ഒരു മനുഷ്യൻ കുരങ്ങിനേക്കാൾ അധപ്പതിച്ച കണ്ടീഷനില്ല. അതവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അങ്ങനെ മർത്യൻ ഇകഴ്ത്തപ്പെടുന്നു, മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു. അതായത് വിഗ്രഹാരാധന നടന്ന ഒരു മനുഷ്യനേക്കാൾ സുപ്പീരിയർ ആ ഒരു ആൾക്കുരങ്ങ്, ചിമ്പൻസി. കാരണം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുവാണ്, വിഗ്രഹത്തിന് മുമ്പിൽ തല കുനിക്കുന്നു, അങ്ങനെ മർത്യൻ ഇകഴ്ത്തപ്പെടുന്നു, മനുഷ്യൻ തരം താഴ്ത്തപ്പെടുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചത് ഇസ്രായേൽക്കാർക്ക് എങ്ങനെ കാനാൻ നഷ്ടപ്പെട്ടെന്നുള്ള. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആക്ഷരികമായിട്ട് വിഗ്രഹം വെക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ രക്ഷപ്പെട്ടവർ. അറ്റ് ദി സെയിം ടൈം വിഗ്രഹാരാധന ചെയ്ത് നമ്മൾ തരം താഴ്ത്തരുത്, അല്ലെ സമ്പത്തിനെ സേവിച്ച് നമ്മളെ തന്നെ തരം താഴ്ത്തരുത്. നമ്മൾ അത്യാഗ്രഹികളാകരുത്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് ഉള്ള ഹൃദയാവസ്ഥയിൽ ജീവിച്ച് ദൈവം പലതും തരും, നമുക്ക് അനുഗ്രഹം തരും. പക്ഷേ നമ്മുടെ
നമ്മുടെ ഹൃദയത്തിന്റെ കണ്ടന്റ്മെന്റ് മെറ്റീരിയൽ പ്രോസ്പെക്റ്റിൽ നിന്നായിരിക്കരുത്, പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നായിരിക്കണം. നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ നമുക്ക് സമയമെടുക്കും. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. അപ്പൊ കർത്താവിന്റെ പുതിയ ആൾക്കാർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കർത്താവിന്റെ അന്ത്യ അത്താഴം എടുക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തില് ലൂക്ക് 22:14 തുടങ്ങി വായിക്കുമ്പോൾ, സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, കൂടെ അപ്പസ്തോലന്മാരും ഇരുന്നു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ സഹിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കാൻ എത്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകും വരെ ഇനി ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല. അവൻ ഒരു പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കിടുക, കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരും വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം പറഞ്ഞ് വിഭജിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ പാനപാത്രം എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പൊ ഇതില് ഈ കർത്താവിന്റെ അന്ത്യ അത്താഴം മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. അതിൽ ലൂക്കോസിൽ എഴുതിയേക്കുന്ന ഈ ഒരു ചെറിയ വേർഡ് കാരണം നമ്മൾ ചെയ്യുന്നത്. അതിൽ ലൂക്കോസ് മാത്രമേ എഴുതിയുള്ളൂ. എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ ലൂക്കോസ് മാത്രമേ എഴുതിയുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലും ഇല്ല, മർക്കോസിൻ്റെതിലും ഇല്ല. അപ്പൊ ഈ ലൂക്കോസിന്റെ സുവിശേഷം കാരണമാണ് ഇത് സഭാചരിത്രത്തില് 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഈ കർത്താവിന്റെ ഈ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത്. അത് 1-ാം നൂറ്റാണ്ടില് ആദ്യമേ കർത്താവിന്റെ മരിച്ച് അടക്കം പുനരുത്ഥാനം കഴിഞ്ഞ് ഡേ ഓഫ് പെന്തിക്കോസ്റ്റിന് ശേഷം അവര് ആദ്യമേ ഇത് ഭവനങ്ങളിൽ അപ്പം മുറിച്ചിരുന്നു, അനുദിനം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ ബൈബിളിൽ കാണുന്ന ലാസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വീക്ക്ലി വൺസ് അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:7 വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20:7 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. ആഴ്ചയുടെ ആദ്യ ദിവസം ഞങ്ങൾ അപ്പം മുറിക്കാൻ ഒരുമിച്ച് കൂടി. അതെ, അതായത് ബൈബിളിൽ എഴുതിയേക്കുന്ന ആഴ്ചയുടെ ആദ്യ വട്ടം എന്ന് പറയുന്നത് ദിവസം ഏതാ? സൺഡേ. അവര് ഒരുമിച്ച് കൂടിയത് തന്നെ ഇതിനു വേണ്ടിയാണ്, അപ്പം മുറിക്കാനാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നാലും എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഈ ബൈബിളില് ഈ കർത്താവ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞതിന് കൊടുത്തിരിക്കുന്ന പേര് ഇംഗ്ലീഷിലാണെങ്കിൽ അതില് ലോർഡ് സപ്പർ എന്നാണ്. അപ്പം മുറിക്കാൻ കൂടി. അതായത് നമ്മളെല്ലാവരും ദുഃഖത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോർഡ് സപ്പർ ആണ് പിന്നീട് എന്തായി മാറിയത്? കുർബാനയായിട്ട് മാറിയത്. അതായത് ഹീബ്രൂസ് 10:10 വായിക്കുമ്പോൾ, ഹെബ്രായ ലേഖനം 10:10-12 വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. ആ തിരുഹിതത്താൽ, അതായത് ദൈവത്തിന്റെ തിരുഹിതത്താൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും പാപങ്ങൾ നീക്കിക്കളയാൻ കഴിയാത്ത ഒരേ ബലികൾ തന്നെ വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും നിത്യവും ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്റെ ശുശ്രൂഷ. 12ാം സെന്റൻസ്, എന്നാൽ ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള തന്റെ ഏക ബലി അർപ്പിച്ച ശേഷം ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപേക്ഷിതനായ. കർത്താവിന്റെ ബലിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് വൺസ് ഫോർ എവർ, എന്നേക്കുമായിട്ട് കർത്താവ് ഒരിക്കൽ ബലി അർപ്പിക്കപ്പെട്ടു. ഇത് അനുസ്മരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചതുകൊണ്ട് നമ്മളത് അനുസ്മരിക്കുക. കാരണം കർത്താവ് അപ്പം എടുത്ത് മുറിച്ച് വിഭജിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. പാനപാത്രത്തിൽ നിന്ന് കുടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാകുന്നു. കാരണം നമുക്കറിയാം, മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. പഴയ നിയമത്തിൽ മോശയ്ക്ക് നിയമം കൊടുത്തപ്പോൾ ആ നിയമ പുസ്തകങ്ങളുടെ മേല് മൃഗങ്ങളിലെ ബലി അർപ്പിച്ച് ആ രക്തം എടുത്ത് ഈസോപ്പ് തണ്ടിന്മേൽ എടുത്ത് ആ പുസ്തകങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് മോശ പറഞ്ഞു,
ഇത് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ രക്തമാകുന്നു. സെയിം വേയിൽ കർത്താവ് അത് പഴയ ഉടമ്പടി ഉറപ്പിച്ചതും രക്തം കൊണ്ടാണ്. അത് മൃഗങ്ങളുടെ രക്തമായിരുന്നു. പുതിയ ഉടമ്പടി ഉറപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നതും കർത്താവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ടു, വൺസ് ഫോർ എവർ. എന്നാൽ പാരമ്പര്യങ്ങൾ ഇങ്ങനെ വന്ന് 2-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട് ഇങ്ങനെ വന്ന് ഗാഗുൽത്തായിൽ നടന്ന അതേ ബലി തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ബലിയർപ്പണം ആരംഭിച്ചു. പാപങ്ങളുടെ മോചനത്തിനായിട്ട് അർപ്പിക്കപ്പെടുന്ന ഈ ബലിയിൽ, അതായത് കർത്താവിന്റെ ബലി ആർക്കും ആവർത്തിക്കാൻ പറ്റില്ല. അതിനെ അനുസ്മരിക്കാൻ കർത്താവ് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോർഡ് സപ്പർ ഈ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം അല്ലാതെ അർപ്പിക്കുമ്പോൾ ഇത് അർപ്പിക്കപ്പെടുന്ന ആർക്കാ? അതാ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. 1 Corinthians 10-ാം അധ്യായത്തില് 1 Corinthians 10-ാം അധ്യായത്തിൽ പൗലോസ് ഈ കർത്തൃമേശയായിട്ടുള്ള ബന്ധത്തിൽ എഴുതിയേക്കുക 10-ന്റെ 14 തുടങ്ങി വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ പ്രിയരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുക. ഞാൻ പറയുന്നത് വിവേകമുള്ളവരോട് പറയുന്നത് പോലെയാണ്. കാരണം ഈ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ ഓഫ് ഫൂളിഷ്നെസ്. ഇത് അറിവുള്ളവരോടാണ് മുഴുവൻ സംസാരിക്കുന്നത്. വിവേകമുള്ളവരോട് പറയുന്നത് പോലെയാണ്. ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. ഇത് അവനോ തന്നെ ചിന്തിക്കണ്ടേ, വേറെ ആർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പങ്കുചേരലല്ലേ. ലോർഡ് സപ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് മുന്തിരിച്ചാറാം. ഇതിൽ പങ്കെടുക്കുമ്പോൾ സിംബോളിക് ആണ്, പക്ഷെ ഇത് കർത്താവിന്റെ രക്തത്തിലുള്ള പങ്കുചേരലിന്റെ നിഴലാണ്. ക്രിസ്തുവിന്റെ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ. കാരണം ഒരപ്പമേ ഉള്ളൂ, നാം പലരെങ്കിലും എല്ലാവരും ഒരേ അപ്പത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ഏക ശരീരമാണ്. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ഒരേ അപ്പം? നമ്മളതാ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരപ്പത്തിൽ നിന്ന് പലരും മുറിച്ച് പങ്കെടുക്കുമ്പോൾ സിംബോളിക്കലി വി ഓൾ ബിലോങ് ടു ദി സെയിം ബോഡി, ദി ബോഡി ഓഫ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കുചേരലല്ലേ. കാരണം ഒരപ്പമേ ഉള്ളൂ, നാം പലരെങ്കിലും എല്ലാവരും ഒരേ അപ്പത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ഏക ശരീരമാണ്. ജനനം കൊണ്ട് ഇസ്രായേൽക്കാരായവരെ നോക്കൂ. യാഗവസ്തുക്കൾ ഭക്ഷിക്കുന്നവരല്ലേ ബലിപീഠത്തിലെ പങ്കാളികൾ. അപ്പോൾ എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നത്? വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണത്തിനോ വിഗ്രഹത്തിന് തന്നെയോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നോ അല്ല. വിജാതിയർ യാഗം കഴിക്കുമ്പോൾ പിശാചുക്കൾക്കാണ്, ദൈവത്തിനല്ല സമർപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിവക്ഷ. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ പാനപാത്രവും ഒപ്പം പിശാചുക്കളുടെ പാനപാത്രവും നിങ്ങൾക്ക് കുടിക്കാൻ സാധ്യമല്ല. കർത്താവിന്റെ മേശയിലും ഒപ്പം പിശാചിന്റെ മേശയിലും പങ്കാളികളാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നാം കർത്താവിനെ പ്രകോപിപ്പിക്കണമോ? നാം അവരെക്കാൾ ശക്തരോ? അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന പോലെ ഈ അപ്പത്തിനും മുന്തിരിച്ചാറിനും ഒരു പ്രത്യേകതയില്ല. ഈ അപ്പം ഇപ്പൊ കർത്താവിന്റെ ശരീരത്തിന്റെ സിമ്പിളായിട്ട് നമ്മൾ സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നൊരു കഷണം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഒരേ അപ്പത്തിൽ നിന്ന് കഴിക്കുക വഴി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം അല്ലെങ്കിൽ മരണം മുഖാന്തരം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏക ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ കർത്താവിന്റെ ചൊരിഞ്ഞ രക്തമാണ് നമ്മുടെ പാപങ്ങളെ പുറത്ത് നമ്മളെ സ്വർഗത്തിന് അവകാശിയാക്കി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ ഈ സ്ക്രിപ്ചറിലല്ലാതെ ഇതിനെ കുർബാനയാക്കിയേക്കുന്ന സഭകളുണ്ട്. കത്തോലിക്ക സഭയെ കുർബാന, യാക്കോബ സഭയെ കുർബാന, മർത്തോമ സഭയെ കുർബാനയാണ്. കർത്താവ് മരിച്ചപ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല മുകൾ മുതൽ അടി വരെ 2ആയി കീറി പോയിക്കൊണ്ട് ആ പൗരോഹിത്യവും പ്രീസ്ലി ട്രൈബും അവസാനിച്ചു പോയി. അന്ന് പ്രധാന പുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രമേ അതിവിശ്വ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കർത്താവ് മരിച്ചപ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല അടിയിൽ നിന്ന് മുകളിലോട്ടാണ്, മുകളിൽ നിന്ന് അടിയിലോട്ടാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ആ തിരശ്ശീല മാറ്റി ഇന്ന് പൗരോഹിത്യം ഉള്ള സഭ, കുർബാനയുള്ള സഭ അവരർപ്പിക്കുന്നത് ദുഃഖകരമാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ബലികളെല്ലാം ബൈബിളിലെ ദൈവത്തിനല്ല ബലികൾ അർപ്പിക്കുന്നത്, പ്രത്യേകത വിജാതീയര്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും വിജാതീയരാണ്. അവരുടെ എല്ലാ പ്രാർത്ഥനയും, എല്ലാ സ്തുതിയും, എല്ലാ ബലിയും, കുർബാനയും ഇത് പോകുന്നത് ഡയറക്ട്ലി പിശാചിനാണെന്നുള്ളൊരു ദുഃഖ സത്യം. അറിഞ്ഞോ അറിയാതെ മനുഷ്യനത് ചെയ്യുന്നു. ഇവിടെ ഇത് പങ്കെടുക്കാനുള്ള യോഗ്യത കർത്താവായ യേശുക്രിസ്തുവിന്റെ എന്നേക്കുമുള്ള എറ്റേണൽ സാക്രിഫൈസിൽ വിശ്വസിച്ച്, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച് ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനം എടുത്ത് ഒരു പുതിയ സൃഷ്ടിയാകുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. അറ്റ് ദി സെയിം ടൈം
ഇതിലും പങ്കെടുത്ത് പിശാചിന്റെ മേശയിലും പങ്കെടുക്കുന്ന ആൾക്കാർ ഇത് പങ്കെടുക്കരുത്. അതായത് ഇതിൽ പങ്കെടുത്തിട്ട് ഇപ്പൊ കത്തോലിക്കരാണ് കത്തോലിക്ക കുർബാന, യാക്കോബക്കാരാണ് യാക്കോബ കുർബാന, മർത്തോമക്കാരാണ് മർത്തോമ കുർബാനയിലും പങ്കെടുത്ത് ഇതിലും പങ്കെടുത്താൽ ദൈവത്തിന്റെ അകപ്പെട്ടു പോകും. ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നമ്മൾ പെട്ടുപോകും. കൊറിന്ത സഭയിലുള്ളവര് ഇറവറന്റ് ആയിട്ട് അതിൽ പങ്കെടുത്തു. അവർ ബലഹീനരായി, രോഗികളായി, പലരും മരിച്ചുപോയി. കാരണം നമ്മൾ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ